എന്ന ഒറ്റ വാക്കുകൊണ്ടല്ലാതെ ഗവർണറുടെ നിലമേൽ നാടകത്തെ വിശേഷിപ്പിക്കാൻ കഴിയുമോ? ഒരു കൂട്ടം വിദ്യാർത്ഥികൾ കരിങ്കൊടിയും മുദ്രാവാക്യവുമായി പ്രതിഷേധിക്കാനെത്തിയാൽ വാഹനം നിർത്തി വാതിൽ വലിച്ചു തുറന്ന് വഴിയിൽ കുത്തിയിരിക്കുന്ന ഒരു ഗവർണർ 2 മണിക്കൂർ. കേരള പോലീസിനെ മുൾമുനയിൽ നിർത്തിയ മണിക്കൂറുകൾക്കൊടുവിൽ കേന്ദ്രസേനയുടെ സുരക്ഷ, പ്രതിഷേധക്കാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം FIR. പോരാഞ്ഞിട്ട് ക്രമസമാധാനം ആകെ തകർന്നു എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അറിയിപ്പ്. അതാണ് സർ, അതാണെങ്കിൽ മാസ്റ്റർ പ്ലാൻ എന്നറിയാത്ത ആരെങ്കിലും ഈ നാട്ടിൽ ബാക്കിയുണ്ടോ? ഗവർണറുടെ ഷോ ആർക്കു വേണ്ടി? നിലമേലിൽ കണ്ടത് നാടകമോ? SFI പ്രതിഷേധം അതിരു കടന്നതോ? ഗവർണർ RSS പട്ടികയിലോ? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം വിശദമായ ചർച്ചയ്ക്കായി മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. SFIയിൽ നിന്ന് ശ്രീ PMR ഷോ, കോൺഗ്രസിൽ നിന്ന് ഡോക്ടർ ജിൻഡോ ജോൺ, BJPയിൽ നിന്ന് ശ്രീ യുവരാജ് ഗോകുൽ. വിശദമായ ചർച്ചയിലേക്ക് ഇടവേളയ്ക്ക് ശേഷം സ്വാഗതം. വിശദമായ ചർച്ചയിലേക്ക്. സർക്കാരും ഗവർണറും പലതവണ മുഖാമുഖം നിൽക്കുന്നത് കേരളം കണ്ടിട്ടുണ്ട് പല വിഷയങ്ങളിൽ. ഏറ്റവും ഒടുവിൽ നയപ്രഖ്യാപന പ്രസംഗത്തിൽ അടക്കം സർക്കാരിനോടുള്ള, അതിനു മുൻപ് മുഖ്യമന്ത്രി സ്വീകരിക്കാൻ എത്തിയപ്പോഴൊക്കെ മുഖം തിരിച്ചും മുറുമുറുത്തുമൊക്കെ പലതവണ ഈ പറയുന്ന അനിഷ്ടം പ്രകടമാക്കുന്നതും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് കേരളത്തിന്റെ നടു റോഡിൽ മുഴുവൻ സംവിധാനത്തെയും പാർട്ടിയെയും സർക്കാരിനെയും മുഖ്യമന്ത്രിയും ഒക്കെ ഗവർണർ നേർക്കുനേർ നിന്ന് വെല്ലുവിളിക്കുന്നത് കൂടി നമ്മൾ കണ്ടു. ശ്രീ യുവരാജ് ഗോകുൽ, കഴിഞ്ഞ ദിവസം ഏറെക്കുറെ 2-3 ആഴ്ചയ്ക്ക് മുമ്പ് ഇടുക്കിയിൽ CPM മുഴുവൻ സംഘടനാ സംവിധാനങ്ങളും അണിനിരന്നൊരു സമരമുണ്ടായിരുന്നു. പ്രഖ്യാപിച്ചു നടത്തിയ സമരമാണ്. തടയും, കരിങ്കൊടി കാണിക്കും, പ്രതിഷേധം പ്രകടിപ്പിക്കുമെന്നൊക്കെ നേരത്തെ തന്നെ അറിയിച്ചു നടത്തിയതാണ്. അന്ന് ഗവർണർ കടന്നു പോകുന്നത് ഏറെ കൗതുകകരമായ ഒരു പ്രതികരണത്തോടെയാണ്. പ്രതിഷേധക്കാർക്ക് നേരെ കൈവീശി കാണിച്ചാണ് പോകുന്നത്. എനിക്കിതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് തുറന്ന പ്രഖ്യാപനം. അതേ കരിങ്കൊടി, അതേ മുദ്രാവാക്യം. എന്തിനായിരുന്നു പിന്നെ ഈ നിലമേൽ നാടകം? അല്ല മാധു, കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ ഗവർണർ സംസ്ഥാന സർക്കാർ പോരാട്ടം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു തുടർച്ചയായിട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് അപ്സ് ആൻഡ് ഡൗൺസ് ഇങ്ങനെ കാലാകാലങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഓരോ സമയത്തെയും സാഹചര്യങ്ങൾ അതിനനുസരിച്ചിട്ട് അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ അന്ന് CPMന്റെ ഭാഗത്തുനിന്നായിരുന്നു സമരം. അപ്പോൾ ആ സമയത്തൊന്ന് SFIക്കാർ നേരത്തെ തന്നെ കരിങ്കൊടി പ്രതിഷേധം അവർ പ്രഖ്യാപിച്ചിരുന്നതാണെന്നുണ്ടെങ്കിലും അവരെ ആരെയും തന്നെ കുറച്ച് നാളുകളായിട്ട് SFIക്കാരെ ആരും പുറത്ത് കാണാത്തൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ പെട്ടെന്ന് SFIക്കാർ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നൊരു സാഹചര്യമാണ് പെട്ടെന്ന് വന്നിരിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നയപ്രഖ്യാപന സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ ഉണ്ടായിരിക്കുന്ന ചില ക്ഷീണം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഗവർണർ വന്നു, 2 മിനിറ്റിനുള്ളിൽ തന്നെ പ്രൊസീഡിങ്സ് ഒക്കെ ഫിനിഷ് ചെയ്തിട്ട് അദ്ദേഹം ഇറങ്ങി പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അത് ഗവൺമെൻറ്റിനൊരു ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ക്ഷീണത്തിനെ മറികടക്കുവാൻ വേണ്ടിയിട്ട് അതിന് പരമാവധി കോൺഗ്രസ്സുകാർ എത്രത്തോളം മുതലെടുക്കാൻ കഴിയുമോ അതത്രയും അവർ മുതലെടുക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുമുണ്ട്. സാധാരണ കോൺഗ്രസ്സാണ് ഇത്തരം കൺഫ്യൂഷൻസിൽ പെടുമ്പോൾ CPMകാർ വളരെ കാര്യമായിട്ട് അതിനെ പോയി മുതലെടുക്കുന്നത്. ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡായിരുന്നാലും രാമജന്മഭൂമി വിഷയങ്ങളായിരുന്നാലും എല്ലാത്തിലും CPM ആണ് തിരിച്ച് കോൺഗ്രസിനെ കുഴിയിൽ ചാടിക്കുന്ന ഒരു പ്രോസസ്സ് കാര്യങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് ആദ്യമായിട്ട് കോൺഗ്രസ് വളരെ കാര്യമായിട്ട് അഗ്രസീവായിട്ട് CPMനെതിരെ പറയുന്ന ഗവർണർക്കെതിരെ നിങ്ങൾ സോഫ്റ്റ് ആയിട്ട് പോയി എന്നൊക്കെയുള്ള നിലയിലൊരു സ്റ്റാൻഡ് എടുക്കുകയും അത് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയിലേക്ക് കൊണ്ടുവരുത്തിക്കാനും വേണ്ടിയിട്ട് അവർക്ക് കഴിഞ്ഞിരുന്നു. അപ്പോൾ പോയ മാനം തിരിച്ചു പിടിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ SFIക്കാരെ കൊണ്ട് ഇത്തരത്തിലൊരു സമര നാടകവുമായിട്ട് പുറത്തിറങ്ങിയത് എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. അങ്ങനെ ഒരു സമരവുമായി എത്തുമ്പോഴും ഞാൻ ചോദിക്കുന്ന, തൊട്ട് മുൻപേ നടന്ന സമരത്തോട് വളരെ കൗതുകകരമായി പ്രതികരിച്ച ഗവർണർ ഇന്ന് 2 മണിക്കൂർ റോഡിൽ കുത്തിയിരിക്കുന്നു, പോലീസുകാരെ വിളിച്ചു വരുത്തി ശകാരിക്കുന്നു. ഇപ്പൊ എനിക്ക് FIR കാണണമെന്ന് പറയുന്നു, അതിനുശേഷം മാത്രം പോകുന്നു. അതിനിടയിൽ പറയാവുന്ന പരമാവധി ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. എന്തിനാണ് ഇത്രമേൽ അക്രമാസക്തമായ അല്ലെങ്കിൽ ഇത്രമേൽ പ്രക്ഷുബ്ധമായ ഒരു സമരം ഗവർണർ മുന്നോട്ട് വെക്കുന്നത്? അല്ല, അദ്ദേഹം അതിന്റെ കാരണവും അദ്ദേഹം പറയുന്നുണ്ടല്ലോ. ദൂരെ നിന്ന് കരിങ്കൊടി കാണിക്കുന്നതാണെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, പക്ഷെ എൻ്റെ കോൺവോയുടെ അടുത്ത് വരികയും ആ കോൺവോയ്ക്ക് നേരെ ചീറിയെടുക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് നോക്കി നിൽക്കാൻ കഴിയില്ല. സ്വാഭാവികമായി ഞാൻ പ്രതികരണത്തിലേക്ക് പോകുമെന്നാണ് ഗവർണർ തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം തന്നെ അതിന്റെ കാരണം അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ശ്രീ PMR ഷോ, SFIയുടെ തെമ്മാടിക്കൂട്ടം എന്നാണ് ഗവർണർ ഇന്നും അഭിസംബോധന ചെയ്യുന്നത്. നിങ്ങളെ വിളിക്കാൻ ഇനി അധിക്ഷേപം ഒന്നുമില്ല. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തും അങ്ങനെ തന്നെ ഏറെക്കുറെ ഈ ഭാഷയിലോ അല്ലെങ്കിൽ ഇതിലേക്കാൾ കടന്ന വാക്കുകളൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഗവർണറുടെ സുരക്ഷയ്ക്കു നേരെ നിങ്ങൾ കടന്നു കയറി ചെല്ലുമ്പോഴാണോ ഗവർണർ ഇത്തരത്തിൽ പ്രതികരിക്കുന്നത്? അല്ലെങ്കിൽ കൈവീശി കാണിച്ചു കടന്നു പോകുന്ന ഒരു സാധു മനുഷ്യനെയാണോ നിങ്ങൾ ഇങ്ങനെ പിന്തുടർന്ന് ആക്രമിക്കുന്നത്? ഇതിൽ SFIയെ സംബന്ധിച്ച് ഞങ്ങൾ ഒരക്രമത്തിനും തയ്യാറായിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് ജനാധിപത്യപരമായി ഈ രാജ്യത്ത് ഏതൊരു പൗരനും പ്രതിഷേധിക്കുന്നതിന് വേണ്ടി, വിയോജിപ്പ് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി, വിമർശനം ഉന്നയിക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള അവകാശമുണ്ട്. ആ അവകാശത്തെ സഭ്യമായ നിലയിൽ ഞങ്ങൾ ആ അവകാശത്തെ വിനിയോഗിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. കഴിഞ്ഞ 2 മാസത്തോളമായി SFI സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്.
ആ സമരത്തിൻ്റെ കാരണം ഇതിനോടകം തന്നെ പൊതുസമൂഹത്തോട് ആവർത്തിച്ച് പല കുറി SFI വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് കേരളത്തിലെ സർവകലാശാലകൾക്കകത്തേക്ക് RSSൻ്റെ ഏജന്റുമാരെ റിക്രൂട്ട് ചെയ്യുന്ന നിലയിലേക്ക് കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലറുടെ ഓഫീസ് ഒരു റിക്രൂട്ടിംഗ് ഏജൻസി എന്ന നിലയ്ക്ക് പ്രവർത്തിക്കാൻ ആരംഭിച്ച ഘട്ടത്തിലാണ് ഞങ്ങൾ സമരം ആരംഭിച്ചിട്ടുള്ളത്. ആ സമരം ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ സമരത്തിൻ്റെ ഇടയിൽ പല ആവർത്തി പ്രകോപനം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയും സമരത്തിലുള്ള വിദ്യാർത്ഥികളെ ആക്ഷേപിക്കുന്നതിന് വേണ്ടിയുമൊക്കെ ഭരണഘടനാ പദവിയിലിരിക്കുന്ന സർവകലാശാലകളുടെ ചാൻസലർ നടത്തിയ ശ്രമങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അവതാരിക സൂചിപ്പിച്ചതുപോലെ ഗുണ്ടകളെന്നോ ക്രിമിനലുകളെന്നോ തെമ്മാടികളെന്നോ ഈ കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്ന് കൊരങ്ങന്മാരെന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ നിലയിൽ സമരമിരിക്കുന്ന വിദ്യാർത്ഥികളെ ആക്ഷേപിക്കുന്നതിന് വേണ്ടിയും പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടിയും നിരന്തര ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആദ്യമായിട്ടല്ല അദ്ദേഹം വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. ഇപ്പോൾ സർവകലാശാലയിൽ കാലിക്കറ്റ് സർവകലാശാലയ്ക്കകത്ത് നമ്മൾ കണ്ടു ബാനർ അഴിപ്പിക്കാൻ നടക്കുന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ തെരുവിലേക്ക്, മിഠായി തെരുവിലേക്ക് അലുവ കഴിക്കാൻ പോകുമ്പോൾ ഒരു പോലീസ് സുരക്ഷയും എനിക്ക് വേണ്ട, പോലീസ് സംവിധാനങ്ങളൊക്കെ മാറി നിൽക്ക്, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മിഠായി തെരുവിലേക്ക് പോകുന്നത്. ഇന്ന് വീണ്ടും എല്ലാ സുരക്ഷാ പ്രോട്ടോക്കോളുകളും ലംഘിച്ചുകൊണ്ട് വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അദ്ദേഹം സമരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് നടന്നെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഈ നിലയിൽ ഏതെങ്കിലും തരത്തിൽ പ്രകോപനം അഴിച്ചുവിടുന്നതിന് വേണ്ടിയും ഈ സമരം സമാധാനപരമായി ജനാധിപത്യപരമായി മുന്നോട്ട് പോകുന്ന സമരത്തിൻ്റെ ഗതി മാറ്റുന്നതിന് വേണ്ടിയുമുള്ള അതിതീവ്രമായിട്ടുള്ള ശ്രമം കഴിഞ്ഞ കുറച്ചധികം നാളുകളായി ഇദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ആ ശ്രമത്തിൽ വീണു പോകുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ പ്രകോപനത്തിൽ വീണു പോകുന്നതിന് വേണ്ടി എന്തായാലും SFI ഉദ്ദേശിച്ചിട്ടില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ BJPയുടെ പ്രതിനിധി സൂചിപ്പിച്ചു കഴിഞ്ഞ കുറച്ച് നാളുകളായി SFIയുടെ സമരം ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. ഇദ്ദേഹം ഇതിനിടയിൽ പോയ പാലക്കാട് ജില്ലക്കകത്ത് ഇപ്പോൾ സഭ ആരംഭിക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസമായിരുന്നു പാലക്കാട് ജില്ലയിൽ ഇദ്ദേഹം പരിപാടിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. പാലക്കാട് ശക്തമായിട്ടുള്ള സമരത്തിന് SFI നേതൃത്വം കൊടുത്തു. അതിന് മുൻപുള്ള ദിവസങ്ങളിൽ ആലപ്പുഴ ജില്ലയിൽ ചാൻസലർ ഉണ്ടായിരുന്നു. ആലപ്പുഴ ജില്ലയിൽ ഞങ്ങൾ കരിങ്കൊടി പ്രതിഷേധം സംഘടിപ്പിച്ചു. അതിനു മുൻപ് മലപ്പുറത്ത് പൊന്നാനിയിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പൊന്നാനിയിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾ നടത്തി. ഇടുക്കി ജില്ലയിലേക്ക് എത്തുമ്പോൾ ഇടുക്കിയിൽ SFIയുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധം കണ്ടു. ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അതിശക്തമായി തന്നെ കരിങ്കൊടി പ്രതിഷേധവുമായി ജനാധിപത്യപരമായി സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളത്. അത് ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമരത്തിന്റെ വഴി തെറ്റിക്കുന്നതിന് വേണ്ടിയും സമരത്തിലുള്ള ആളുകളെ ആക്ഷേപിക്കുന്നതിന് വേണ്ടിയും അദ്ദേഹത്തിന്റെ പല പ്രതികരണങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഇന്ന് ഇത് നിങ്ങളെ സംബന്ധിച്ച് പ്രതീക്ഷിതമായിരുന്നു ഇത്രത്തോളം രൂക്ഷമായ ഒരു പ്രതികരണം? അല്ല, അദ്ദേഹത്തെ സംബന്ധിച്ചിപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുമെന്നുള്ളതിനെ സംബന്ധിച്ച് ആർക്കും ഒരു നിശ്ചയവും ഇല്ലാത്ത നിലയിലാണ് അദ്ദേഹം പെരുമാറിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടിയും സമരത്തെ അക്രമാസക്തമാക്കുന്നതിന് വേണ്ടിയും ഈ സമരത്തിൻ്റെ മെറിറ്റ് ചർച്ച ചെയ്യപ്പെടാത്ത നിലയിലേക്കുള്ള സംഭവവികാസങ്ങൾ ജനിപ്പിക്കുന്നതിന് വേണ്ടിയുമുള്ള ഇടപെടൽ നടത്തുമെന്നുള്ളതിനകത്ത് ഞങ്ങൾക്ക് തർക്കമുണ്ടായിരുന്നില്ല. ഇന്നും അദ്ദേഹം സമരക്കാരെ വല്ലാതെ പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടിയും തെരുവിലേക്ക് ഇറങ്ങി ഒരു മനുഷ്യന് സാധ്യമാകുന്ന എല്ലാ ഷോയും കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയ ആ ശ്രമങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഞങ്ങൾ വളരെ സമാധാനപരമായും സംയമനത്തോടുമാണ് ഞങ്ങൾ അദ്ദേഹത്തിന്റെ എല്ലാ ആക്രോശങ്ങളെയും ഞങ്ങൾ നേരിട്ടത്. അങ്ങനെ തന്നെ തുടർന്നു പോകുന്നതിന് വേണ്ടിയാണ്. ജിൻഡോ ജോൺ, ഗവർണർ പല നയങ്ങൾ എടുക്കുമ്പോൾ, പല തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, പല ചുവടുവെപ്പുകൾ എടുക്കുമ്പോൾ കോൺഗ്രസ് ചിലതിനൊക്കെ പിന്തുണ നൽകിയിട്ടുണ്ട്. വിഷയാധിഷ്ഠിതമാണ് ഗവർണർക്കുള്ള നിങ്ങളുടെ പിന്തുണ എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞു വെക്കാറുള്ളത്. ഇന്നത്തെ ഗവർണർ ഉൾപ്പെട്ട പ്രശ്നത്തെ കോൺഗ്രസ് എങ്ങനെയാണ് കാണുന്നത്? എന്താണ് നിങ്ങളുടെ നിലപാട്? മാധു, ആദ്യമേ അതിലൊരു അഭിപ്രായം അങ്ങ് പറയാം. ഇന്ന് ഗവർണർ ചെയ്തത് അദ്ദേഹത്തിൻ്റെ നിലവാരത്തിന്, അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം 72 വയസ്സ് കഴിഞ്ഞു, നാഷണൽ ആവറേജിന് അപ്പുറം കടന്നു, ഇത് മറ്റേ അദ്ദേഹത്തിന് കിട്ടിയ ബോണസാണ് ഈ ഏജ് എന്നൊക്കെ പറയുന്നു. ഇത്രയും ദീർഘകാലത്തെ രാഷ്ട്രീയ പരിചയമുള്ള ഒരാൾ, അദ്ദേഹം ഗവർണർ എന്ന് പറയുന്ന ഒരു ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന നടപടി ഇന്ന് ബാലിശമാണ്, അതിലൊരു സംശയവുമില്ല. ഇവിടെ SFIക്കാർ യൂത്ത് കോൺഗ്രസും KSU ഒക്കെ സമരം ചെയ്യുമ്പോൾ അതിനെതിരെ രക്ഷാപ്രവർത്തനത്തിന് വരുന്ന SFI DYFI പ്രവർത്തകരെ കുറിച്ചിട്ട് ഞാൻ പറയുന്നില്ല, അത് വേറെ കാര്യം. പക്ഷേ അവർക്ക് അങ്ങനെ സമരം ചെയ്യാനുള്ള അവകാശമുണ്ട് മാധു. SFIക്ക് കേരളത്തിലെ ഗവർണർക്കെതിരെ പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ടെന്ന് ഉത്തമ ബോധ്യമുള്ള ഒരു സംഘടനയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗവർണർ അദ്ദേഹത്തിനെതിരെ ഒരു കരിങ്കൊടി ഉയരുമ്പോൾ ആ കരിങ്കൊടി ഉയർത്തുന്ന പിള്ളേർക്ക് നേരെ ചാടി ഇറങ്ങുക, വണ്ടിയിൽ നിന്ന് ഇറങ്ങുക, എന്നിട്ട് ബഹളം വയ്ക്കുക, ആക്രോശിക്കുക, കയ്യോങ്ങുക, ഇതൊന്നും ഒരു നിലവാരമുള്ള പരിപാടിയല്ല.
അതിലൊരു സംശയവുമില്ല. പക്ഷേ ഞങ്ങൾ പറയുന്നത് ഗവർണറും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ന് വൈകിട്ടത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് അദ്ദേഹത്തിന് എന്തോ ആരോഗ്യ പ്രശ്നമുണ്ടെന്നാ. ആരോഗ്യ പ്രശ്നം പലതരത്തിലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ആ പതിവ് ശൈലിയിലുള്ള ചിരിയും ചിരിച്ചു. ഇതേ കാര്യം തന്നെയാണ് എനിക്ക് മുഖ്യമന്ത്രിയോടും പറയാനുള്ളത്. കേരളത്തിൻ്റെ ഗവർണർക്കുള്ള എന്തൊക്കെ ആരോഗ്യ പ്രശ്നമുണ്ടോ അതേ ആരോഗ്യ പ്രശ്നങ്ങൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും ഉണ്ട്. പ്രതിഷേധിക്കുന്ന ആളുകളെ, വിദ്യാർത്ഥികളെ, യുവജനങ്ങളെ അവരുടെ മുദ്രാവാക്യം കാണുമ്പോൾ, അവരുടെ കരിങ്കൊടി കാണുമ്പോൾ, അവരുടെ പ്രതിഷേധങ്ങൾ കാണുമ്പോൾ മുഖ്യമന്ത്രിക്ക് എന്തൊക്കെ രോഗങ്ങളുണ്ടോ അതേ രോഗങ്ങൾ കേരളത്തിലെ ഗവർണർക്കുമുണ്ട്. അതുകൊണ്ട് ഗവർണർ ഇന്ന് ചെയ്ത നടപടിയോട് ഒരു രീതിയിലും സമരസപ്പെടാനോ അംഗീകരിക്കാനോ ഒപ്പം നിൽക്കാനോ കോൺഗ്രസിനോ UDF-നോ സാധിക്കില്ല. ശരി, ശ്രീ യുവരാജ് ഗോകുൽ, മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വൈകുന്നേരം 6 മണിക്ക് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യം, ഈ വിഷയത്തിൽ എല്ലാ ചോദ്യങ്ങളും മുന്നോട്ട് വെക്കാൻ പറയുന്നു. അതിന് പ്രതികരിക്കുമ്പോൾ പറയുന്നത് അധികാര സ്ഥാനത്തിരിക്കുന്ന ആളുകൾ പ്രതികരിക്കേണ്ടതിൻ്റെ ഒരു രീതിയുണ്ട് എന്നുള്ളതാണ്. പോലീസിനെതിരെ ഗവർണർ ആരോപണം ഉന്നയിക്കുന്നുണ്ട്, മുഖ്യമന്ത്രിക്ക് നൽകുന്ന സുരക്ഷ നൽകുന്നില്ല, ക്രമസമാധാന പ്രശ്നമുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ. ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലെ പോലീസ് സംവിധാനം എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ഗവർണർ തീരുമാനിക്കുന്ന ഒരവസ്ഥ എത്രത്തോളം ദയനീയമാണ്? ഗവർണർ അവിടെ ഇരിക്കുകയാണ്, നിങ്ങൾ കേസെടുക്കുമെന്ന് നിർദ്ദേശിക്കുകയാണ്, ആ FIR കൊണ്ടുവന്ന് കണ്ടാലേ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ എന്ന് പറയാണ്, DGP വിളിക്കുകയാണ്. അപ്പൊ ഈ കേസ് എടുക്കണം, ഇപ്പോൾ എടുക്കണം, ഇത്ര സമയത്തിനുള്ളിൽ എടുക്കണം, ആ FIR എനിക്ക് കണ്ട് ബോധിക്കണം എന്നൊക്കെ പറയുമ്പോൾ, അതൊക്കെ പോലീസ് അനുസരിക്കുമ്പോൾ ഗവർണർ ഈ സ്റ്റേറ്റ് മിഷണറിയെ അദ്ദേഹത്തിന്റെ ഇംഗിതത്തിനനുസരിച്ച്, അദ്ദേഹത്തിന്റെ താല്പര്യത്തിനനുസരിച്ച്, അദ്ദേഹം നിശ്ചയിക്കുന്ന സമയക്രമം അനുസരിച്ച് ചലിപ്പിക്കുകയാണ്. അത് ജനാധിപത്യപരമാണ്. അല്ല മാധു, ഇതിനകത്ത് ഇത് ആദ്യത്തെ സംഭവമായിരുന്നു എന്നുണ്ടെങ്കിലും നമ്മൾ ഈ പറയുന്നതിനകത്ത് ഒരുപാട് ശരികളുണ്ട്. ഇതിൽ ആദ്യത്തെ തവണ എപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്? തിരുവനന്തപുരത്ത് എനിക്ക് തോന്നുന്നു ജനറൽ ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ വെച്ചാണെന്ന് തോന്നുന്നു. SFI പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ വണ്ടിക്ക് നേരെ വരികയും കമ്പിയെടുത്ത് അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ അടിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഏറ്റവും ദുർബലമായ വകുപ്പുകളാണെന്ന് അദ്ദേഹത്തിന് നേരെ ചാർജ് ചെയ്യുന്നത്. ഒരുപാട് പ്രഷറുണ്ടായി 1, 2, 3 ദിവസങ്ങൾക്ക് ശേഷം മാത്രമാണെന്ന് തോന്നുന്നു എനിക്ക്. അതോ അടുത്ത ദിവസമോ 2 എന്തായാലും ഉടനെ അല്ല, വളരെ പ്രഷർ ഉണ്ടായതിനു ശേഷം മാത്രമാണ് അതിനകത്ത് എന്താണോ എന്നെ ഇടേണ്ടിയിരുന്ന വകുപ്പുകൾ ആ വകുപ്പുകൾ ഇടാൻ വേണ്ടിയിട്ട് കേരള പോലീസ് തയ്യാറാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടാമത് വീണ്ടും അത്തരത്തിലൊരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ പോകുന്ന സമയത്ത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഉണ്ടായിരുന്ന സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലുണ്ട്. അത് റിപ്പീറ്റ് ചെയ്യപ്പെടാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ധാരണയുണ്ട്. അതുമാത്രമല്ല, അദ്ദേഹം ഇന്ന് പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. അതായത് മുഖ്യമന്ത്രിക്ക് നേരെയാണ് എന്നുണ്ടെങ്കിൽ ഇത് സംഭവിക്കുമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നത് വളരെ റിലവൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. നമുക്കറിയാം, മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിക്കുവാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം വഴിയിൽ അണിനിരന്ന് നിന്ന് കഴിഞ്ഞാൽ, 1/4 മണിക്കൂർ മുമ്പ് അണിനിരന്ന് നിന്ന് കഴിഞ്ഞാൽ അവരവിടെ നിന്നോട്ടെ എന്നായിരിക്കുമോ കേരള പോലീസ് കരുതുക? ഒരിക്കലുമല്ല. കേരള പോലീസ് ഉൾപ്പെടെ DYFIക്കാർ ഉൾപ്പെടെ അവരെ എങ്ങനെയാണ് നേരിടുന്നത് എന്നുള്ള കാര്യം നമ്മൾ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കാണുന്നത് തന്നെയാണ്. അപ്പോൾ ഗവർണർക്ക് നേരെ ഒരു നയം, മുഖ്യമന്ത്രിക്ക് നേരെ മറ്റൊരു നയം എന്നുള്ള തലത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അത് മാത്രമല്ല, ഗവർണർക്ക് നേരായിട്ട് ആദ്യത്തെ സമരം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു 2022 നവംബർ 15-ാം തീയതിയാണ്. അന്ന് 7 സർക്കാർ ഉദ്യോഗസ്ഥർ LDF നേതൃത്വം നൽകിയ ആ സമരത്തിൽ പങ്കെടുത്തതായിട്ട് ഫോട്ടോസും വീഡിയോസും ഉൾപ്പെടെ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു. തീർത്തും എന്താ പറയുക, നിരുത്തരവാദപരമായൊരു മറുപടിയാണ് അവിടെ നിന്ന് വന്നത്. അവർക്കെതിരായിട്ട് യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, ഗവർണർ എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളാണ്. ആ സ്റ്റേറ്റിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കെതിരായിട്ട് സർക്കാർ സർവീസിലുള്ള, ഗവർണർക്കെതിരെ ആവട്ടെ മുഖ്യമന്ത്രിക്കെതിരെ ആവട്ടെ, സർക്കാർ സർവീസിലിരിക്കുന്ന ആൾക്കാർ പാർട്ടി പരിപാടിയുമായിട്ട് പുറത്തിറങ്ങാൻ പാടില്ല എന്നുള്ളത് ഒരു നമ്മുടെ നാട്ടിലെ നിയമപരമായി നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അവർക്കെതിരായിട്ട് ഫോട്ടോസും വീഡിയോസും ഉൾപ്പെടെ BJPയുടെ ജില്ലാ പ്രസിഡന്റ് പരാതി നൽകിയതാണ്. ആ ഫോട്ടോസ് വേണമെങ്കിൽ ഞാൻ മാധുവിന് ഫോർവേഡ് ചെയ്യാം. പക്ഷേ പോലീസിനെ ഇങ്ങനെ മുൾമുനയിൽ നിർത്തി ഞാൻ പറയുന്നത്, ഞാൻ ആജ്ഞാപിക്കുന്നത് ഈ തത്സമയം അനുസരിക്കണം എന്നൊക്കെ ഗവർണർ പറയുന്നത് അദ്ദേഹത്തിന്റെ എന്ത് അധികാര പരിധിയിൽ നിന്നുകൊണ്ടാണ്? അല്ല, അധികാര പരിധി ഇല്ല എന്നുണ്ടെങ്കിൽ പോലീസ് അനുസരിക്കേണ്ട കാര്യമില്ലല്ലോ. പോലീസിന് മുന്നിലുണ്ടാകുന്ന മറ്റൊരു വലിയ സാഹചര്യമാണ്, സംസ്ഥാനത്തിന്റെ ഭരണഘടനാ തലവൻ വഴിയിൽ ഇറങ്ങി നിന്ന് ഒരു വലിയ ക്രമസമാധാന പ്രശ്നം ഉണ്ടാവുകയാണ്. അല്ല, അത് തന്നെയാണ് മാധവ് ഞാൻ പറഞ്ഞത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് നേരായിട്ട് പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസ് സ്വീകരിക്കുന്ന നയം എന്താണ്?
ഒരു 3/4 മണിക്കൂർ മുൻപേ ആൾക്കാർക്ക് വന്ന് അവിടെ തമ്പടിച്ച് നിന്ന് കരിങ്കൊടിയുമായി അദ്ദേഹത്തിനെതിരായിട്ട് പ്രതിഷേധങ്ങളുമായിട്ട് അവിടെ നിൽക്കാൻ കഴിയുമോ? പിന്നെ നേരത്തെ ശ്രീ ആർഷോ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തോട് ശരിയാണ്, ഗവർണർ ഇവരെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്ന രീതിയിൽ കുരങ്ങനെന്ന് വിളിച്ചു, അങ്ങനെ വിളിച്ചു, ഇങ്ങനെ വിളിച്ചു, നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ആരാണിത് തുടങ്ങി വെച്ചതെന്നുള്ളൊരു ചോദ്യമില്ലേ? കേരളത്തിൻ്റെ ക്യാമ്പസുകളിൽ മുഴുവൻ ഗവർണറുടെ തന്തയുടെ വകയല്ല ക്യാമ്പസ് എന്ന് പറഞ്ഞ് എഴുതി വെക്കുന്നത് ആരാണ്? ഇതെന്ത് തരം സമര രീതിയാണ്? വിയോജിപ്പിന്റെ മേഖല എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായി ജനാധിപത്യപരമായി മാന്യമായിട്ട് ഉണ്ടാവണ്ടേ? അപ്പോൾ ഒരു ഭാഗത്തുനിന്ന് ഒരു പ്രകോപനം ഉണ്ടാവുമ്പോൾ തിരിച്ച് മറുഭാഗത്തുനിന്ന് അതിന് മറുപടി വരുന്നതിനോട് മാത്രം നമ്മൾ അസഹിഷ്ണുവായിട്ട് ഈ പറയുന്ന വിദ്യാർത്ഥി സംഘടനകളോട് അതേ തട്ടിൽ അതേ തരത്തിൽ പ്രതികരിക്കാൻ കഴിയുന്ന അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ പ്രായത്തെ പറ്റി ഒക്കെ എടുത്തു പറയുന്നുണ്ടായിരുന്നു. കഴിയുന്ന ഒരാളാണോ ഗവർണർ എന്നുള്ളത് ആശ്ചര്യച്ചെന്നെ വിട്ട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് യുവരാജ് എന്നത് അങ്ങേക്കും കൂടി മനസ്സിലാവുന്ന ഒരു കാര്യമായിരിക്കും. ഞാൻ വരാം. ശ്രീ പി എം ആർ ഷോ, ഒന്ന് വ്യക്തിപരമായ അധിക്ഷേപം SFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം. ജിൻഡോയും ഗോകുലും ആവർത്തിച്ച് ചോദിച്ചൊരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധമുണ്ടാകുമ്പോൾ നിലപാടിതാണോ? പാർട്ടിക്കാരടക്കം രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്നുണ്ടല്ലോ. ഇവിടെ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഗവർണർ തനിക്ക് കിട്ടാത്ത നീതി ചോദിച്ചു വാങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ 2 മണിക്കൂർ വഴിയിൽ കുത്തിയിരുന്നതിന് ന്യായമായി പറയുന്ന കാര്യം. ഗവർണർക്ക് എവിടെയും നീതി നിഷേധിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ നിഷേധിക്കപ്പെട്ട ഒരു അനുഭവം നമ്മുടെ മുൻപിലില്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടപ്പോൾ നിലവിൽ കേന്ദ്രസേനയെ വിളിച്ചു വരുത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന് സുരക്ഷാ വീഴ്ചയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ. ഈ ഘട്ടം വരെ ഏതെങ്കിലും അവസരത്തിൽ അദ്ദേഹത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സുരക്ഷാ വീഴ്ച സംഭവിച്ചതിന്റെ ഒരനുഭവം നമ്മുടെ മുൻപിലുണ്ടോ? ഇല്ല. അങ്ങനെ അവിടെ സുരക്ഷ അതിനകത്ത് എവിടെയും സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ ഇടങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ സുരക്ഷാ പ്രോട്ടോക്കോളുകൾ ആവർത്തിച്ച് തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. സുരക്ഷാ പ്രോട്ടോക്കോളിന് വിരുദ്ധമായിട്ട് അദ്ദേഹം കാറ് നിർത്തി പുറത്തിറങ്ങി സമരക്കാർക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് പാഞ്ഞെടുക്കുന്നു. ഈ നിലയിൽ അദ്ദേഹത്തിന്റെ എല്ലാ പ്രോട്ടോക്കോളുകളും ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അനുഭവമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ SFI ഒരു ഘട്ടത്തിലും ഒരു സമരത്തിനും എതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വളരെ വ്യക്തമായി ഇതിനു മുൻപ് പലയാവർത്തി വ്യക്തമാക്കിയിട്ടുണ്ട്. കൃത്യമായിട്ട് സമരങ്ങളിലൂടെ തന്നെയാണ് നാട് രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. എല്ലാ മനുഷ്യർക്കും സമരം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശമുണ്ട്. അതിനകത്തൊന്നും ആർക്കും ഒരു തർക്കവുമില്ല. SFIക്കും അതുമായി ബന്ധപ്പെട്ട് മറിച്ച് ഒരഭിപ്രായമില്ല. ഞങ്ങളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. നേരത്തെ ചോദിച്ചത് അങ്ങനെ സമരങ്ങളിലൂടെ രൂപപ്പെട്ടു വന്നു എന്ന് ആർഷോ പറയുന്ന നാട്ടിൽ യൂത്ത് കോൺഗ്രസ്സുകാർ പ്രതിഷേധം നടത്തിയപ്പോൾ ഇതായിരുന്നില്ലല്ലോ എന്ന നിലപാട് അല്ല. യൂത്ത് കോൺഗ്രസ്സുകാർ പ്രതിഷേധം നടത്തിയ സമയത്തും SFIയെ സംബന്ധിച്ച് നിലപാടിനകത്ത് വേറെ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. സമരവുമായി ബന്ധപ്പെട്ട് SFIയുടെ നിലപാട് ആ ഘട്ടത്തിൽ തന്നെ വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇനി യൂത്ത് കോൺഗ്രസിന്റെ സമരവുമായി ബന്ധപ്പെട്ട ആഴ്ചകളോളം നമ്മൾ ചർച്ച നടത്തിയാണല്ലോ. നമുക്ക് ഈ ഘട്ടത്തിൽ കേരളത്തിലെ സർവകലാശാലകളെ ബാധിക്കുന്ന, സർവകലാശാലകളെ തകർക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഞങ്ങൾ വെറുതെ സമരത്തിന് ഇറങ്ങി പുറപ്പെട്ടതല്ല. ഈ ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉൾപ്പെടെ ഇടപെടൽ ഇദ്ദേഹം നോമിനേറ്റ് ചെയ്ത സെനറ്റ് മെമ്പർമാരുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. ആ നിലയ്ക്ക് എല്ലാ ചട്ടങ്ങളെയും മറികടന്നുകൊണ്ട് സർവകലാശാലകളുടെ ചാൻസലർ ഇടപെടൽ നടത്തുമ്പോൾ അതിനെതിരെ മൗനം പാലിക്കുക എന്നുള്ളത് സാധ്യമല്ല. അതിനെതിരെ വലിയ അമർഷം കേരളത്തിനകത്ത് വിദ്യാർത്ഥി സമൂഹത്തിനുണ്ട്. വലിയ അമർഷം വിദ്യാഭ്യാസ മേഖല ഏറ്റവും മികച്ച നിലയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ മനുഷ്യർക്കുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് SFIയെ സംബന്ധിച്ച് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്വമാണ് ഞങ്ങൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. അത് വരുന്ന നാളുകളിലും തുടർന്നു പോകുമെന്നുള്ളതിനകത്ത് ജിൻഡോ, ആ മുഴുവൻ മനുഷ്യരിൽ നിങ്ങളില്ലേ, അതായത് SFI മുന്നോട്ട് വെക്കുന്ന ഈ സമരത്തോടുള്ള പിന്തുണ, SFI മുന്നോട്ട് വെക്കുന്ന സമരത്തിന്റെ കാരണത്തോട് ഐക്യപ്പെടലിലേക്ക് എത്തിച്ചേരുന്നുണ്ടോ? അതായത് സംസ്ഥാനത്തെ സർവകലാശാലകളിൽ ഗവർണർ നേതൃത്വം നൽകി നടപ്പിലാക്കുന്ന സംഘപരിവാർ വൽക്കരണം എന്ന ആശങ്ക കോൺഗ്രസിനോ കോൺഗ്രസിന്റെ യുവജന സംഘടനയ്ക്കോ വിദ്യാർത്ഥി സംഘടനയ്ക്കോ ഉണ്ടോ? അതോ ഈ സമരവും പ്രതിഷേധവും അതിന്റെ രീതിയും മാത്രമാണോ ഈ പറയുന്ന ഐക്യപ്പെടലുള്ളത്? മാധു, അതിലൊരു സംശയമില്ല. SFI നടത്തുന്ന സമരത്തോടൊപ്പം ഞങ്ങളില്ല. അതിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. SFI ഉയർത്തുന്ന കോസ് അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ SFI ഈ സുപ്രഭാതത്തിൽ ഇപ്പോൾ BJPയുടെ പ്രതിനിധി തന്നെ പറഞ്ഞല്ലോ, ഇവരെന്നാ സമരത്തിന് വരുന്നത്? ഈ ഗവർണർ RSSന്റെ ഏജന്റാണ്. ഗോ ബാക്ക് എന്ന് കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് ആദ്യം വിളിച്ചത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷമാണ്. അന്ന് AK ബാലൻ എന്ന് പറഞ്ഞ CPMന്റെ സമുന്നതനായ നേതാവ് പറഞ്ഞത് സർക്കാരും ഗവർണറും തമ്മിൽ ഭിന്നിപ്പുണ്ട്, 2 തട്ടിലാണെന്ന് വരുത്തി തീർക്കാൻ പ്രതിപക്ഷം നോക്കുന്നു, പക്ഷെ ഞങ്ങളൊക്കെ ഒരു തട്ടിലാണ് എന്ന് പറഞ്ഞ് എൻഡോഴ്സ് ചെയ്യുന്നു.
ഈ നാളിതുവരെ കഴിഞ്ഞ 8 വർഷത്തിനിടയ്ക്ക് ആർഷോ അറിഞ്ഞില്ലേ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഗോപിനാഥ് രവീന്ദ്രൻ എന്ന് പറഞ്ഞ VC-യെ മുഖ്യമന്ത്രിയുടെയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെയും ശുപാർശ പ്രകാരം ഗവർണർ നിയമിച്ചത്? അന്ന് ഞങ്ങൾ എതിർത്തില്ലേ? അന്ന് SFI അറിഞ്ഞില്ലേ ഈ വിഷയം? ഗോപിനാഥ് രവീന്ദ്രൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ VC-ആയി വന്നതിന് ശേഷം ബെഞ്ച് ഓഫ് തോട്ട്സ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സിലബസിൽ പഠിക്കാൻ വെച്ചത് അത് RSSന്റെ ചിന്താധാരയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അന്ന് ആർഷോ എവിടെയായിരുന്നു? SFI എവിടെയായിരുന്നു? നിങ്ങൾക്ക് പ്രതിഷേധമുണ്ടായില്ലേ? അന്ന് നിങ്ങൾ അറിഞ്ഞില്ലേ ആരിഫ് മുഹമ്മദ് ഖാൻ RSS ഏജന്റ് ആണെന്ന്? അപ്പോൾ നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾ RSS ഏജന്റ് ആണെന്ന് പറഞ്ഞു വരുന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. കേരളം ഇതുപോലെ ഭരിച്ചു മുടിച്ചൊരു സർക്കാർ ഇനി മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ ഇഷ്ടക്കേട് സമ്പാദിച്ച് പിരിച്ചുവിടാണെങ്കിൽ ഇട്ടിട്ട് ഓടിപ്പോകാം എന്ന് വിചാരിച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞ ഗവർണറെ വഴിയിലിട്ട് ബഹളം വെച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടുപോയാൽ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ നിത്യനിദാനമായിട്ടുള്ള പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യപ്പെടാതെ പോകും. ഞാൻ ചോദിക്കട്ടെ, പെൻഷൻ കിട്ടാതെ ഒരു ഭിന്നശേഷിക്കാരൻ പഞ്ചായത്തിന് ലെറ്റർ എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്തു. നമ്മുടെ പൊതുസമൂഹം എത്രത്തോളം അത് ചർച്ച ചെയ്യുന്നുണ്ട് അല്ലേ? ഇവിടെ കളക്ടർമാരുടെ ബംഗ്ലാവ് മോടി പിടിപ്പിക്കാൻ പണം കൊടുക്കുന്നുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർക്ക് സകല സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. പാവപ്പെട്ട ആളുകൾക്ക് പെൻഷൻ കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഏതെങ്കിലും MLA-യുടെ മന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞു വെക്കപ്പെടുന്നുണ്ടോ? ഇല്ലല്ലോ. പാവപ്പെട്ടവരുടെ പെൻഷൻ തടയപ്പെടുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഫെലോഷിപ്പ് തടയപ്പെടുന്നു. SFI എവിടെയായിരുന്നു? ഇവിടെ SC/ST കുട്ടികൾക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നു. ഉച്ചക്കഞ്ഞിക്ക് സ്കൂളിലെ കുട്ടികൾക്ക് പണമില്ലാത്ത സാഹചര്യം ഉണ്ടായിട്ട് ഹെഡ് മാസ്റ്റർമാർ ഞങ്ങൾക്ക് ഇതിന് സാധിക്കില്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. 500 അധ്യാപകർ സ്ഥാനക്കയറ്റം വേണ്ടെന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ ഘട്ടത്തിലൊക്കെ KSUവും യൂത്ത് കോൺഗ്രസും പ്രതിഷേധിച്ചപ്പോൾ ഞങ്ങളുടെ കരിങ്കോടി കണ്ടിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി അതിനെതിരെ തല്ലാൻ വന്ന ആളുകളെ ജീവൻ രക്ഷാ പ്രവർത്തനമെന്ന് എൻഡോഴ്സ് ചെയ്തപ്പോൾ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു സമരാവേശം, ഞങ്ങൾക്കും ഉണ്ടായിരുന്നു സമരത്തിനുള്ള അവകാശം. അന്ന് ഞങ്ങളുടെ സമരത്തിനുള്ള അവകാശത്തെ എൻഡോഴ്സ് ചെയ്യാൻ, അത് ഉറപ്പ് നൽകാൻ SFI ഉണ്ടായിരുന്നോ? DYFI ഉണ്ടായിരുന്നോ? ഞങ്ങളുടെ കുട്ടികളെ തലയടിച്ചു പൊട്ടിക്കാൻ ചെടിച്ചട്ടി കൊണ്ടും കമ്പി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും തലയടിച്ചു പൊട്ടിക്കാൻ വന്ന DYFIക്കാർക്കെതിരെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഒരു വാക്ക് പറഞ്ഞോ? ഞാൻ ഈ വേദിയിൽ ഇരുന്ന് പറയുക, SFIയോട് ഗവർണർ ചെയ്ത ഈ നടപടി ശരിയല്ല. ഇതുപോലെ അന്ന് പറയാൻ SFIയുടെ സംസ്ഥാന സെക്രട്ടറി പറ്റിയോ? ഇല്ലല്ലോ. എന്നിട്ട് നിങ്ങൾ ഞങ്ങളുടെ സമര അവകാശത്തിന് വേണ്ടി ഒപ്പം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ ഒപ്പം ഉണ്ടായിരുന്നു. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ അധികാര സ്ഥാനത്തിരിക്കുന്നവർ അവരുടെ ആ സ്ഥാനത്തിനനുസരിച്ച് പ്രതികരിക്കണമെന്ന്. അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് ഇൻവെർട്ടഡ് കോമയിൽ പറഞ്ഞ പരിപാടിക്ക് അത് അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ട കാര്യമായിരുന്നോ? ആഭ്യന്തര വകുപ്പ് മന്ത്രി പറയേണ്ട കാര്യമായിരുന്നോ? സ്വന്തം പോലീസ് കൊലപാതക കുറ്റത്തിന് വധശ്രമ കേസിന് കേസെടുത്ത് DYFIക്കാരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലിടുമ്പോഴും തുടർന്നും അത് നടത്താമെന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന മുഖ്യമന്ത്രി അത് അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു ഉന്നത നേതാവിന് ചേർന്ന കാര്യമായിരുന്നോ? അപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും ഗവർണർക്കും ഒരേ നിലപാട് തന്നെയാണ്. മാധ്യമങ്ങളോട് ഇവർ ഇറങ്ങിപ്പോകാൻ പറയും, ഇവർക്കെതിരെ പ്രതിഷേധിക്കുന്നവർക്കെതിരെ ഇവർ അക്രമത്തിന് പ്രോത്സാഹിപ്പിക്കും, ഇവർക്കെതിരെ ഒരു വാക്കുയർത്തിയാൽ പോലും അത് വധശ്രമമാണെന്ന് ഇവർ വ്യാഖ്യാനിക്കും. എന്നിട്ട് ഇവർ പറയുകയാണ് ഞങ്ങൾ ചെയ്യുന്നതാണ് ശരിയെന്ന്. ഇവർ രണ്ടുപേരും ചെയ്യുന്നത് തെറ്റാണ്. ഞങ്ങൾ കോൺഗ്രസിന്റെ UDFന്റെ പക്ഷം മറ്റൊന്നാണ്. ഓക്കെ, ശ്രീ യുവരാജ് ഗോകുൽ, ഇതാ ഈ വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിഷേധത്തിനെതിരെ റോഡിലിറങ്ങിയിരിക്കുമ്പോഴും ആരിഫ് മുഹമ്മദ് ഖാന്റെ ചൂണ്ടുവിരൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെയാണ്. മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട്, അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, അദ്ദേഹം വിളിച്ചു വരുത്തി പോലീസ് സമരത്തിന് കൊണ്ടുവരുന്ന ആളുകളാണ് അദ്ദേഹത്തിനെതിരെ സമരം നടത്തുന്നത് എന്നുള്ളതാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ ആരോപണം എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഒരു രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുക എന്നതിനപ്പുറത്ത്, ഞാനത് കൃത്യമായാണ് കേട്ട് പറയുന്നത്, രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുക എന്നതിനപ്പുറത്ത് അദ്ദേഹത്തിന് അതിനുള്ള വിവരം എവിടെ നിന്നാണ്? അദ്ദേഹം വിളിച്ചപ്പോൾ മുന്നിൽ വന്നു നിന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത പോലീസുകാരെങ്കിലും അത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മുടെ നിയമവ്യവസ്ഥയിൽ നിന്ന് ഒരിക്കലും ഒരു തെളിവുമില്ലാത്ത ഒരു കാര്യമാണ് അദ്ദേഹം തുടർച്ചയായി ആരോപിക്കുന്നത്. അല്ല, തുടർച്ചയായി ആരോപിക്കുന്നതെന്ന് പറഞ്ഞാൽ മാധു, ഇതിന് മുമ്പൊരിക്കൽ ഇതേപോലെ അദ്ദേഹത്തിനെതിരെ അന്ന് തിരുവനന്തപുരത്ത് സമരം ഉണ്ടാകുന്ന സമയത്ത് പല കോണുകളിലായിട്ട് SFIക്കാരെ നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ റൂട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി ആ റൂട്ടിനനുസരിച്ചിട്ടാണ് അവർ നിൽക്കുന്നതെന്നുള്ള ആരോപണം അന്ന് തന്നെ അദ്ദേഹം ഉന്നയിച്ചതാണ്. അതുപോലെ തന്നെ ഇത്തവണയും അദ്ദേഹത്തിനെതിരായിട്ട് കരിങ്കോടി സമരക്കാരാവട്ടെ അല്ലെങ്കിൽ പ്രതിഷേധക്കാരാകട്ടെ, അവർ നിൽക്കുന്നത് എത്ര മണിക്കൂർ മുമ്പ് അവിടെ തമ്പടിച്ച് നിൽക്കുകയാണ്. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ്, ഗവർണർ ചോദിച്ച ചോദ്യം ആവർത്തിക്കുകയാണ്. അതായത് മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ് ഒരു കൂട്ടം പ്രതിഷേധക്കാർ വഴിയരികിൽ ഇങ്ങനെ നിന്നു കഴിഞ്ഞാൽ പോലീസ് ഇങ്ങനെയാണോ പെരുമാറുക? നമ്മുടെ നാട്ടിൽ കേരള പോലീസ് എങ്ങനെയാണ് കുറച്ച് നാളുകളായിട്ട് ഈ പ്രതിഷേധക്കാരോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മളെല്ലാവരും കാണുന്നതാണല്ലോ.
അവരെപ്പോഴെങ്കിലും പോയി മുഖ്യമന്ത്രിയെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുവാനോ അദ്ദേഹത്തോട് സംസാരിക്കുവാനോ അവരവിടെ വഴിയിൽ നിന്ന് കരിങ്കൊടി കാണിച്ചിട്ട് പൊക്കോളൂ എന്ന് പറയാനോ വേണ്ടി നിൽക്കുകയാണോ? അദ്ദേഹത്തിന്റെ സ്വന്തം ഗൺമാൻ വരെ ഇറങ്ങി സമരക്കാരെ തല്ലുന്ന സാഹചര്യം ഉണ്ടായത് ഈ കേരളത്തിൽ തന്നെ നമ്മൾ കണ്ടത് അല്ല. അതാണ് ഞാൻ പറയുന്നത്. ഈ പ്രതിഷേധക്കാർ വഴിയരികിൽ നിൽക്കുമ്പോൾ പോലീസ് അവിടെ നിൽക്കുന്നുണ്ട്. അത് ഇന്നും അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. കരിങ്കൊടി കാണിച്ചു കഴിയുമ്പോൾ പോലീസ് പിടിച്ചു മാറ്റുന്നുണ്ട്, പലയിടത്തും മർദ്ദിക്കുന്നുണ്ട്. അത് ഇന്നും അങ്ങനെ തന്നെ സംഭവിച്ചു. ഇത് എവിടെയാണ് നിങ്ങൾക്ക് മാത്രം ദൃശ്യമാകുന്ന വ്യത്യാസമുണ്ട് മാധു. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ എന്ന് പറയുന്നത് വഴിയരികിൽ നേരത്തെ മുൻകൂട്ടി ഞങ്ങൾ പ്രതിഷേധിക്കുന്നു എന്ന് പറഞ്ഞ് ബാനർ പിടിച്ച് നിൽക്കുന്ന ആൾക്കാരല്ല. കരിങ്കൊടി കാണിക്കാൻ വരുന്നവർ അതാത് സമയം നമുക്ക് ഈ കരിങ്കൊടി പ്രതിഷേധങ്ങളുടെ ചരിത്രം ഇപ്പോൾ നമ്മളെല്ലാവരും സമരം ചെയ്യുന്ന ആൾക്കാരല്ലേ നമ്മളെല്ലാവരും സമരം ചെയ്യുന്ന ആൾക്കാരല്ലേ. ഒരു കരിങ്കൊടി പ്രതിഷേധത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ മുമ്പേ അവിടെ വന്ന് നിന്ന് കരിങ്കൊടി കാണിക്കുവാൻ വേണ്ടി നിൽക്കുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലീസ് എങ്ങനെയാണ് ആൾക്കാരോട് പെരുമാറുക, സമരക്കാരോട് പെരുമാറുക എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് വ്യക്തിപരമായ അനുഭവം ഉള്ളവർ തന്നെയാണ് സമര രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന എല്ലാവരും എന്ന് പറയുന്നത്. ഒറ്റ കാര്യം ക്ലിയർ ചെയ്തു തരും. അതായത് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ നിന്ന ഏതെങ്കിലും ഒരു സംഘം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കരിങ്കൊടി കാണിക്കുന്നതിന് മുൻപ് പോലീസ് കയ്യേറ്റം ചെയ്യുകയോ പിടിച്ചുമാറ്റുകയോ ചെയ്തിട്ടുണ്ടോ? കരിങ്കൊടി കാണിക്കുവാൻ നിന്നിട്ടുള്ള യുവമോർച്ച പ്രവർത്തകരെ ഉൾപ്പെടെ ആ പ്രദേശത്ത് നിന്ന് മാറ്റുവാൻ വേണ്ടിയിട്ട് പോലീസ് എല്ലായിടത്തും പരിശ്രമങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഞാൻ ചോദിക്കുന്നത് ഈ ബലപ്രയോഗം ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ബലം പ്രയോഗിച്ചല്ലാതെ മക്കളെ ഒന്ന് മാറി നിൽക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമരക്കാർ മാറി നിൽക്കുന്നതാണ്. കരിങ്കൊടി പ്രതിഷേധം യുവമോർച്ചയുടെ ഭാഗത്തുനിന്നും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും യുവമോർച്ചയുടെ ഭാഗത്തുനിന്നുണ്ടായാലും DYFIയുടെ ഭാഗത്തുനിന്നുണ്ടായാലും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായാലും SFIയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നാലും ശരി തന്നെയാണ്. ഇവരിപ്പോ എന്താണ് ഇപ്പൊ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് DYFIക്കാർ കാണിക്കാൻ പോയിരുന്നാലും ശരി തന്നെയാണ് പോലീസുകാർ നിങ്ങൾ അവിടെ നിന്ന് വീശി കാണിച്ചോളൂ എന്ന് പറയുന്ന ഒരു ചരിത്രം ഇന്ന് വരെ കേരളത്തിലുണ്ടായിട്ട് ഞാൻ കണ്ടിട്ടില്ല. മറ്റൊന്നുമല്ല, ബലപ്രയോഗം എന്ന് പറയുന്നത് അവരെ സ്വാഭാവികമായിട്ട് ബലം പ്രയോഗിച്ച് മാത്രമേ അവിടെ നിന്ന് മാറ്റാൻ കഴിയുള്ളൂ മാധു. അല്ലാണ്ട് അവരോട് വന്നിട്ട് മക്കളെ മാറി നിൽക്കുന്നു അറസ്റ്റ് ചെയ്തില്ല എന്നടക്കമുള്ള കാര്യങ്ങളിലാണല്ലോ. അല്ല, അറസ്റ്റ് ചെയ്തില്ല. FIRന്റെ കോപ്പിയാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതിന്റെ കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു. കാരണം ഒരു തവണ അദ്ദേഹത്തിന്റെ നേരെ ആക്രമണം ഉണ്ടാവുകയും അദ്ദേഹത്തിന്റെ വണ്ടി ആക്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഏറ്റവും ദുർബലമായ വകുപ്പുകളാണ് FIRൽ രേഖപ്പെടുത്തുന്നത്. അത് അദ്ദേഹത്തിന്റെ മുമ്പിലുള്ള അനുഭവമാണ്. അപ്പോൾ രണ്ടാമത് അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹം അങ്ങനെ ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചതിന് ശ്രീ PM ഹർഷ, അതായത് ഇന്ന് ഗവർണർ പറഞ്ഞ ഒരു കാര്യം, എന്റെ വാഹനത്തിനു നേരെ ആക്രമണം ഉണ്ടായി എന്നുള്ളത്, എന്റെ വാഹനത്തിൽ വന്ന് ഇടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ മാധ്യമങ്ങൾ ആ ദൃശ്യങ്ങൾ സഹിതം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്നത് പോലെ ഏകപക്ഷീയമായ സമീപനമൊന്നും ഇവിടെ എങ്ങും ഇല്ല എന്ന് ചുരുങ്ങിയത് ഈ സമയത്തെങ്കിലും അങ്ങ് വിചാരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതും വിചാരമേ ഉള്ളൂ കേട്ടോ. ശരി, എന്നിരുന്നാൽ പോലും മാധ്യമങ്ങൾ ആ ദൃശ്യങ്ങൾ കാണിക്കുന്നു. അങ്ങനെയല്ല, ഈ സമരം തുടങ്ങുന്നതിന് മുൻപ് മുദ്രാവാക്യം വിളിയുടെ സമയത്ത് തന്നെ ഗവർണർ അവിടെ വരികയും വാഹനം തുറന്നു വരികയും ചെയ്തു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ പരിസരത്തേക്ക് ഒരു പ്രതിഷേധക്കാരും എത്തിയിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ. അപ്പോൾ അദ്ദേഹം അതിനെ പ്രതിരോധിക്കുന്നത് എന്റെ വാഹനത്തിൽ എന്തോ ഒന്ന് വന്ന് തട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ്. യുവരാജ് ഗോകുൽ പറയുന്നു മുൻപ് സമാനമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. SFIക്കാർ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ വന്ന് അടിച്ച പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം വയോവൃദ്ധനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് തന്റെ സുരക്ഷയെ പറ്റി ആകുലതയുണ്ടാകും. കാരണം ഇങ്ങനൊരു മുന്നനുഭവം ഉണ്ട് എന്നുള്ളത്. അതായത് നിങ്ങളുടെ സമരം പലപ്പോഴും നിങ്ങളുടെ കൈ വിട്ടുപോയിടത്ത് നിന്നാണ് ഈ ആരോപണം ഉണ്ടാകുന്നത് എന്ന്. ഇന്ന് വാർത്തയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം രാവിലെ ഒരു നുണ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാഹനത്തെ അടിച്ചു എന്നുള്ളൊരു നുണ പറഞ്ഞു. അത് നുണയായിരുന്നു എന്നുള്ളത് ചില മാധ്യമങ്ങൾ വിഷ്വൽ സഹിതം പൊതുസമൂഹത്തിന് മുൻപിലേക്ക് എത്തിച്ചപ്പോൾ അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതിങ്ങനെ വലിയൊരു ഔദാര്യം എന്തോ ചെയ്തു അതങ്ങനെ നിറവേറ്റേണ്ട ഉത്തരവാദിത്തമാണെന്ന് അത് പല ഘട്ടത്തിലും മറക്കുന്നു എന്നുള്ളിടത്താണ് ഞങ്ങൾ വിമർശനം പല ഘട്ടത്തിലും അങ്ങനെ അല്ലാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വിമർശനം വിമർശനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ വിമർശനം ഉണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിമർശനം ഉണ്ടാവണല്ലോ. അപ്പോ അതൊന്ന്. രണ്ട്, ചോദിച്ച ചോദ്യം സമരവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നേരത്തെ യുവരാജ് പറഞ്ഞതിനകത്തൊരു കള്ളുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഗവർണറുടെ കാറിന് നേരെ ഇരുമ്പോടി കൊണ്ട് അടിച്ചു എന്നുള്ളൊരു പ്രയോഗം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായി. ആ നിലയിലുള്ള ഇരുമ്പോടി പ്രയോഗം ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ ആദ്യത്തെ ദിവസം തിരുവനന്തപുരത്ത് ഈ കരിങ്കൊടി പ്രതിഷേധം ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ട് ആദ്യ ദിവസം
ഈ പറഞ്ഞ പോലെ ഒരു പ്രവർത്തകൻ വാഹനത്തിന്റെ അടുത്തേക്ക് പോകുന്ന ഒരു നിലയുണ്ടായി. ആ ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ ഞങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്, ഒരു തരത്തിലും ഇത് ആവർത്തിക്കാൻ വേണ്ടി പാടില്ല. ആ നിലയിലല്ല ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി SFI ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാക്കുകയും അതിനുശേഷം ഇങ്ങോട്ട് ഒരു ഡസനോളം ഇടങ്ങളിൽ കരിങ്കൊടി പ്രതിഷേധവുമായി ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. ആ ഘട്ടങ്ങളിലൊക്കെ തന്നെ പാലിക്കേണ്ടുന്ന എല്ലാ ജാഗ്രതയും പാലിച്ചുകൊണ്ടാണ് ഞങ്ങൾ സമരം തുടർന്നിട്ടുള്ളത്. അതിനുശേഷം ഈ ഒരു ഡസണിന് മുകളിൽ കരിങ്കൊടി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് പല വാർത്തകളും നിങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ. അതിനകത്ത് എവിടെയെങ്കിലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും ഒരു SFI പ്രവർത്തകന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ കടന്നു പോകുന്ന ഒരു നിലയുണ്ടായിട്ടില്ല. ഞങ്ങൾ പോരായ്മ ഉണ്ടായിട്ടുണ്ട്, ആ പോരായ്മ തിരുത്തും എന്ന് പറയുക മാത്രമല്ല, തിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആർജവും ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. അത് കാണിച്ച് മുന്നോട്ട് പോകും. അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കോൺഗ്രസിന്റെ പ്രതിനിധി സൂചിപ്പിച്ചു, SFIയുടെ സമരത്തിന്റെ ഭാഗമാകാൻ വേണ്ടി ഞങ്ങളെ കിട്ടില്ല, ഞങ്ങൾ വരണ്ടെന്നീ. ഞങ്ങൾ ഒരു ഘട്ടത്തിലും ഈ നാട്ടിൽ കോൺഗ്രസിനെ ഈ സമരത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ല. ഇനിയിപ്പം നിങ്ങൾ സമരത്തിന്റെ ഭാഗമാകാൻ വന്നാൽ ആ ഘട്ടത്തിൽ ഞങ്ങൾ പറയും അവിടെ നിൽക്ക്. അവിടെ നിന്ന് ഇങ്ങനെ BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്നും ചാൻസലറുടെ ടേബിൾ വഴി കടന്നുപോയ ഈ സംഘപരിവാർ അനുകൂലികളുടെ ലിസ്റ്റ്, സംഘപരിവാർ തിരികെ കയറ്റാൻ വേണ്ടി പിൻവാതിലൂടെ തിരികെ കയറ്റാൻ വേണ്ടി ശ്രമിച്ച ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള 8 UDF നേതാക്കന്മാർ, 8 UDF അംഗങ്ങളെ അവരെ കൊണ്ട് രാജിവെപ്പിച്ചതിന് ശേഷം നിങ്ങൾ സമരത്തിന്റെ ഭാഗമാകൂ എന്ന് ഞങ്ങൾ പറയും. അപ്പൊ നിങ്ങൾക്ക് ഈ സമരത്തോട് നിങ്ങൾ ഐക്യപ്പെടാത്ത അല്ലെങ്കിൽ ഈ സമരത്തിന്റെ ഭാഗമാകാത്തതിന്റെ കാരണം മറ്റു പല കാരണങ്ങളുമാണ് എന്ന് വ്യാഖ്യാനിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിന്റെ പ്രതിനിധി വല്ലാതെ കഷ്ടപ്പെടരുത്. ആ ലിസ്റ്റിനകത്ത് നിങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. BJP ഓഫീസിൽ നിന്ന് KC വേണുഗോപാൽ തന്നെ പറഞ്ഞതുപോലെ BJP ഓഫീസിൽ നിന്നും ചാൻസലറുടെ ടേബിളിലേക്ക് എത്തിയ ലിസ്റ്റിൽ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള 8ഓളം വരുന്ന UDF നേതാക്കന്മാര്, പ്രവർത്തകര്, അവരെയൊക്കെ ഒന്ന് രാജിവെപ്പിച്ചതിന് ശേഷം നിങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അഭിപ്രായം പറയുമ്പോൾ പൊതുസമൂഹത്തിന് നിങ്ങൾ പറയുന്ന അഭിപ്രായം ജെനുവിനാണ് എന്ന് തോന്നുന്ന ഒരു നിലയുണ്ടാകും. അതല്ലാത്തിടത്തോളം കാലം നിങ്ങൾ സമരം ചെയ്യില്ല. ഞങ്ങൾക്കൊരു തർക്കമില്ല, നിങ്ങൾ സമരം ചെയ്യില്ല. ചാൻസലറുടെ ഈ ഇടപെടലിനെതിരെ നിങ്ങൾ ഒരു മുദ്രാവാക്യം പോലും മുഴക്കില്ല. കാരണം അദ്ദേഹം വിട്ടു തന്ന RSS കാര്യാലയത്തിൽ നിന്നും BJP ഓഫീസിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമായ എല്ലിൻ കഷ്ണം ഇതിനോടകം തന്നെ അവരിട്ട് തന്നിട്ടുണ്ട്. ആ എല്ലിൻ കഷ്ണം വാങ്ങി ഭക്ഷിച്ചു മുണ്ടാതിരിക്കുകയാണ് നിങ്ങൾ. സ്വാഭാവികമായും നിങ്ങളുടെ ഈ നിലപാടിനെ പൊതുസമൂഹം കൃത്യമായി തിരിച്ചറിയുമെന്നുള്ളതിനകത്ത് തർക്കമില്ല. കാരണം സ്വാഭാവികമായും കഴിഞ്ഞ നാളുകളിലൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ BJPയിലേക്ക് പോയാൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ച KPCC പ്രസിഡന്റ് അവശേഷിക്കുന്നിടത്തോളം കാലം കോൺഗ്രസിൽ നിന്ന് മറ്റൊന്നും കേരളത്തിലെ പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളത്. 2 കാര്യങ്ങളാണ്. ഒന്ന്, സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കെതിരെ ഇന്ന് മുഖ്യമന്ത്രി ഗവർണർക്ക് നൽകിയ സുരക്ഷയെ RSS പ്രവർത്തകർക്ക് നൽകിയ സുരക്ഷയുടെ പട്ടികയോട് ചേർത്തു നിർത്തിയാണ് പറയുന്നത്. അപ്പോൾ ഈ സംഘപരിവാറിനെതിരെ നിങ്ങൾക്ക് സമരം ചെയ്യാൻ കഴിയാത്ത നിങ്ങളുടെ ദൈന്യതയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ജിൻഡോ, ഇതിൽ അപകടകരമായ ഒരു കാര്യം ഉണ്ടാകുന്നത് ആ സമരവേദിയിൽ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം ഇവിടുത്തെ ക്രമസമാധാന പ്രശ്നത്തെ പറ്റിയുള്ള ആകുലത കേന്ദ്രത്തിന്റെ ഏജൻസികളെ അറിയിക്കുന്നത്, കേന്ദ്ര മന്ത്രാലയങ്ങളെ അറിയിക്കുന്നത്. അവിടെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. അതായത് സംസ്ഥാനം നൽകുന്ന സുരക്ഷ എന്ന് പറയുന്നത് പോലീസിന്റെ ഉത്തരവാദിത്വമാണ്. അതിലുണ്ടാകുന്ന പ്രശ്നം ക്രമസമാധാന പ്രശ്നമാണ്. ക്രമസമാധാന നില തകർന്നു എന്ന സന്ദേശം എന്തു ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് എന്ന് കോൺഗ്രസുകാരെ പറഞ്ഞു പഠിപ്പിക്കേണ്ടതില്ലല്ലോ. അപ്പോ അത് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് സംസ്ഥാനത്തെ അട്ടിമറിക്കുക എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ എവിടെ നിൽക്കും? മാധു, എനിക്ക് അല്പസമയം തരണം. ഞാൻ ആർഷോയോട് 1-2 കാര്യത്തിൽ മറുപടി പറയാനുണ്ട്. SFIയുടെ സമരത്തിൻ്റെ ഭാഗമായിട്ട് KSUവിനെയും യൂത്ത് കോൺഗ്രസിനെയും വിളിക്കില്ല. വിളിച്ചാൽ തന്നെ നിങ്ങൾ BJPയുടെ ഓഫീസിൽ നിന്ന് അനുവാദം മേടിക്കണമെന്ന്. അത് കുഴപ്പമില്ല ആർഷോ. ഞങ്ങൾ എന്തായാലും BJPയുടെ ഓഫീസിൽ നിന്ന് അനുവാദം മേടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. SFIയോടൊപ്പം ഈ കാര്യത്തിൽ നിൽക്കാനും ഉദ്ദേശിക്കുന്നില്ല. കോൺഗ്രസിനും KSUവിനൊക്കെ വ്യത്യസ്തമായ നിലപാടുണ്ട്. അത് ഞാൻ സൂചിപ്പിക്കാം. ഞാൻ ആർഷോയോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഈ പ്രതിപക്ഷം ഗവർണർക്കെതിരെ നിയമസഭയിൽ പ്രമേയം കൊണ്ടുവന്ന് ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന് പ്രമേയം കൊണ്ടുവന്നപ്പോൾ SFIയുടെ നിലപാട് എന്തായിരുന്നു? DYFIയുടെ നിലപാട് എന്തായിരുന്നു? CPMന്റെ നിലപാട് എന്തായിരുന്നു? ഒന്ന് പറഞ്ഞേ. 2020 ജനുവരി 29 ആ പ്രമേയം അവതരിപ്പിക്കാതെ അത് പരാജയപ്പെടുത്തിയപ്പോൾ അന്ന് AK ബാലൻ പറഞ്ഞത് ഞങ്ങൾ വിജയിച്ചു, സർക്കാരിൻ്റെ ഒപ്പമാണ്, ഗവർണറുടെ ഒപ്പമാണ്, ഗവർണറും സർക്കാരും ഒന്നിച്ചാണെന്ന് പറഞ്ഞു. അന്ന് നിങ്ങൾ എവിടെയായിരുന്നു? രണ്ടാമത്തത്, ഗവർണർ സർക്കാരും തമ്മിൽ പോരുണ്ടെന്ന് പ്രതിപക്ഷം വരുത്തി തീർക്കാൻ നോക്കുന്നു, അത് ഞങ്ങൾ പൊളിച്ചു കളഞ്ഞു, ആ പ്രതിപക്ഷ ആരോപണത്തെ പൊളിച്ചു കളഞ്ഞു എന്ന് 2022 ഫെബ്രുവരി 18 ഇതേ AK ബാലൻ പറഞ്ഞു. പറ്റുമെങ്കിൽ SFIയുടെ പഴയ സംസ്ഥാന സെക്രട്ടറിയാണ് AK ബാലൻ, പറ്റുമെങ്കിൽ ഒന്ന് പോയി തിരുത്തിക്ക്. ഇനി അടുത്തത്, ഗവർണർ ഗോ ബാക്ക് എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രതിഷേധിച്ചപ്പോൾ ഗവർണർക്ക് കവചമൊരുക്കിയത് CPMഉം പിണറായി വിജയന്റെ സർക്കാരുമാണ്. അടുത്തത്, ഇതേ ഗവർണർക്കെതിരെ ഞങ്ങൾ വീണ്ടും പ്രതിഷേധിക്കുകയാണ്. ഈ സർക്കാരിന്റെ മുഴുവൻ
തോന്നിവാസങ്ങൾക്കും ഗവർണർ ഒത്താശ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ഗവർണർ പറഞ്ഞത് എന്താ? ദിസ് ഈസ് മൈ ഗവൺമെന്റ്, ഇത് എൻ്റെ ഗവൺമെന്റ് ആണ്, എൻ്റെ കൂടി ഗവൺമെന്റ് ആണ്, ഞാനാണ് ഇതിന്റെ ചാമ്പ്യൻ, അതുകൊണ്ട് ഈ ഗവൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞത് 2023 ജനുവരി 26 ഇവിടെയൊക്കെ SFI എവിടെയാ? ഇനി നിങ്ങൾ പറഞ്ഞ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളുടെ തർക്കം. ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 20 പേരെ കൊടുത്തതിൽ 18 പേരും CPM-കാരായിരുന്നു. നിങ്ങൾ കൊടുത്ത ലിസ്റ്റ് നിങ്ങൾക്ക് ഒരു തർക്കം ഉണ്ടായില്ല. ദേശാഭിമാനിയുടെ മറ്റേ എഴുത്തുകാരനും അല്ലെങ്കിൽ കൈരളി ചാനലിന്റെ റിപ്പോർട്ടറെയൊക്കെ വെച്ചു കൊടുത്തല്ലോ. എന്ത് വിദ്യാഭ്യാസ യോഗ്യതയുടെ പേരില്ല നിങ്ങൾ അവിടെ സെനറ്റിൽ കൊടുത്തത്? ഞങ്ങൾക്ക് അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. നിങ്ങൾ കൊടുത്ത ലിസ്റ്റ് അംഗീകരിച്ചിരുന്നെങ്കിൽ സംഘി ഗവർണർ സഖാവ് ഗവർണറായി മാറിയനെ. ഞങ്ങൾ അതിൽ അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളെ അന്നും ഇന്നും. ഇനി രണ്ടാമത് നിങ്ങൾ പറഞ്ഞു UDF-ന്റെ പ്രതിനിധികൾ വന്നു. UDF-ന്റെ ഒരു പ്രതിനിധിയും വന്നിട്ടില്ല. UDF കോൺഗ്രസോ ഒരാളെ പോലെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ് ലെറ്ററും കൊടുത്തിട്ടില്ല. ആരെങ്കിലും സ്വമേധയാ സ്വന്തം നിലയിൽ അപേക്ഷ കൊടുത്ത് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം പാർട്ടി എന്നോ മുന്നണി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ഏറ്റെടുക്കേണ്ട കാര്യമില്ല. ഇനി നിങ്ങളോട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു കാര്യം കൂടി, 90 കോടി രൂപ നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ നിന്ന് കിട്ടിയത് യൂണിവേഴ്സിറ്റിക്ക് കിട്ടിയത് ഗവൺമെന്റിന് വഴിമാറ്റി കൊടുത്തു യൂണിവേഴ്സിറ്റി. നിങ്ങൾ പ്രതിഷേധിച്ചോ? അവിടെ MSF-ഉം KSU-ം പ്രതിഷേധിച്ചു. SFI എവിടെയായിരുന്നു? യൂണിവേഴ്സിറ്റിയുടെ 90 കോടി രൂപ ഗവൺമെന്റിന് കൊടുത്തപ്പോ. ഇനി അടുത്തത് 150 കോടി രൂപ SBI-യിൽ നിക്ഷേപിച്ചത് 2 കോടി രൂപ നഷ്ടത്തിൽ സിൻഡിക്കേറ്റ് തീരുമാനമെടുത്ത് ഗവൺമെന്റിന് കൊടുത്തു. നിങ്ങൾ എവിടെയായിരുന്നു? SFI എവിടെയായിരുന്നു? നിങ്ങൾ പ്രതിഷേധിച്ചോ? ഇനി ഗവർണർക്ക് ആ കാര്യത്തിലൊക്കെ MSF-ഉം KSU-ം ഒക്കെ അവിടെ പ്രതിഷേധിച്ചപ്പോൾ ഈ ഗവർണർ നിങ്ങളോടൊപ്പമായിരുന്നു. നിങ്ങൾ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്തു തരുമ്പോൾ സംഘി ഗവർണർ സഖാവ് ഗവർണറാവും. ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ മാധു, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഗോപിനാഥ് രവീന്ദ്രൻ നിയമിച്ചതിന് ശേഷം ബഞ്ച് ഓഫ് തോട്ട്സ് പഠിക്കാൻ വെച്ചതിനെ കുറിച്ച് ഞാൻ ചോദിച്ചിട്ട് ആർഷോ ഒരു വാക്ക് പോലും പറഞ്ഞില്ല. ധൈര്യമുണ്ടെങ്കിൽ ആർഷോ അതിനെക്കുറിച്ച് മറുപടി പറയും. അത് സംഘീവൽക്കരണമായിരുന്നില്ല യൂണിവേഴ്സിറ്റിയിൽ. ഇനി ഹരിയസ് കർത്ത എന്ന് പറഞ്ഞ ആളെ RSS-ന്റെ നേതാവിനെ, BJP നേതാവിനെ ഗവർണറുടെ സ്റ്റാഫായിട്ട് സ്റ്റാഫിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമിച്ചു കൊടുത്തില്ലേ? SFI-യുടെ നിലപാടെന്താ? അത് ശരിയായിരുന്നോ? അത് സംഘവൽക്കരണമായിരുന്നില്ലേ? ഇനി അടുത്തത്, ഈ ഗവർണർക്ക് പ്രഷർ പോയതിന്റെ പേരിൽ ജ്യോതിലാൽ എന്ന് പറഞ്ഞ പൊതുഭരണ വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറിയെ നിങ്ങൾ മാറ്റി കൊടുത്തില്ലേ? അദ്ദേഹത്തിന്റെ തല തിരശ്ചാതം ചെയ്ത് നിങ്ങൾ തളികയിൽ വെച്ച് ഗവർണർക്ക് കൊണ്ടുപോയി കൊടുത്തില്ലേ? അന്ന് ഇത് സംഘവൽക്കരണമാണെന്ന് SFI-ക്ക് തോന്നിയില്ലേ? നിങ്ങൾ എവിടെയായിരുന്നു? ഈ നിങ്ങളാണ് പറയുന്നത് KSU-വിനെയും UDF-നെയും കൂട്ടില്ലെന്ന്. നിങ്ങൾ കൂട്ടണ്ട, ഞങ്ങൾക്കറിയാം. ഗവർണർക്കെതിരെ പ്രതിഷേധിക്കാൻ KSU-ന്റെ കുട്ടികൾ ക്യാമ്പസുകളിൽ പ്രതിഷേധിച്ചിട്ടുണ്ട്. ഞങ്ങൾ സംഘവൽക്കരണത്തിനെതിരെ, കാവ്യവൽക്കരണത്തിനെതിരെ, ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണത്തിനെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ട്. ആർഷോ, നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. നിങ്ങൾ കേരളത്തിന്റെ സർക്കാർ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിൽ വരുമ്പോൾ മറുപടി പറയാനുള്ള ഊഴത്തിൽ അങ്ങനത്തെ മറുപടി പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒറ്റ കാര്യം കൂടി, ഈ ജെനുവിനിറ്റി വേണമെന്നാണ് SFI പറയുന്നത്. ജെനുവിനിറ്റി വേണമെന്ന് ഞങ്ങളോട് ആവശ്യപ്പെടുന്ന SFI-യോട് നിങ്ങൾ പറഞ്ഞ എല്ലിൻ കഷ്ണം BJP ഓഫീസിൽ നിന്ന് കിട്ടുന്ന എല്ലിൻ കഷ്ണം വാങ്ങിത്തിന് ഭക്ഷിച്ചിരുന്നോളെ, അത് നിങ്ങൾ വീണാ വിജയനോട് പോയി പറഞ്ഞാൽ മതി. ചെയ്യാത്ത പണിയുടെ എല്ലിൻ കഷ്ണം വാങ്ങി തിന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളാ. അതിനെക്കുറിച്ച് ഒരു വാക്ക് പറയാൻ SFI-യുടെ സംസ്ഥാന സെക്രട്ടറി നമ്മൾ ഇനിയിപ്പം ആർഷോന് മറുപടി പറയാൻ പോകില്ല, മറ്റു വിഷയത്തിലേക്ക് പോകുന്നതുകൊണ്ട് ഞാൻ ഇടപെടിയാണ്. ശ്രീ യുവരാജ് ഗോകുൽ, യുവരാജ്, ഈ വിഷയത്തിൽ ഗവർണർ സ്വീകരിക്കുന്ന നിലപാട്, അദ്ദേഹം ഈ സമരവേദിയിൽ ഇരുന്നത് കൊണ്ട് അദ്ദേഹം കേന്ദ്ര നേതാക്കളെ വിളിക്കുന്നു, അദ്ദേഹത്തിൻ്റെ സുരക്ഷ കേരള പോലീസിൽ നിന്ന് എടുത്തുമാറ്റി കേന്ദ്രസേന അത് ഏറ്റെടുക്കുന്നു. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് അദ്ദേഹം ഈ സംസ്ഥാനത്തിൻ്റെ തലവനാണ്, സംസ്ഥാനത്തിൻ്റെ തലവൻ എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ കഴിയുന്നതിൽ ഏറ്റവും കൂടുതൽ സുരക്ഷ നൽകുന്നുണ്ട്. നിങ്ങളുടെ കേന്ദ്രമന്ത്രി എന്ന് പറയുന്നത് ക്രമസമാധാനം അട്ടിമറിക്കപ്പെട്ടു എന്നാണ്. കേന്ദ്ര സർക്കാർ അതിന് അനുസൃതമായ നിലപാടുകൾ എടുക്കുന്നു, കേന്ദ്രസേനയുടെ സുരക്ഷ അടക്കം നൽകിക്കൊണ്ട്. സംസ്ഥാനത്തിന്റെ ക്രമസമാധാന പാലനവും ക്രമസമാധാന മേഖലയും അട്ടിമറിക്കപ്പെട്ടു എന്നാരോപിച്ച് സംസ്ഥാന ഭരണത്തിന് മേൽ ഇടപെടാനുള്ള കേന്ദ്ര നീക്കത്തിന്റെ കരുവായി ഗവർണറെ നിങ്ങൾ കാണുന്നുണ്ടോ? മാധു, ഇന്ത്യയിൽ 29 സംസ്ഥാനങ്ങളുണ്ട്. എവിടെയാണ് BJP അങ്ങനെ ഒരു നയം സ്വീകരിച്ചിരിക്കുന്നത്? തമിഴ്നാട്ടിൽ സ്വീകരിച്ചോ? ബംഗാളിൽ സ്വീകരിച്ചോ? പഞ്ചാബിൽ സ്വീകരിച്ചോ? ഡൽഹിയിൽ സ്വീകരിച്ചോ? ഇല്ലല്ലോ. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. അങ്ങനെയല്ല, ഇടപെടുന്നുണ്ട് എന്ന് തന്നെയാണ് ആവർത്തിച്ച് എല്ലായിടത്തും. അല്ല, എവിടെയാണ് സർക്കാരിനെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്തത്? ഏത് സർക്കാരിനെയാണ് പിരിച്ചുവിട്ടത്? 10 വർഷം ആവുന്നില്ല. ഏത് സർക്കാരിനെയാണ് അങ്ങനെ പിരിച്ചുവിട്ടത്? അങ്ങനെ പിരിച്ചുവിട്ട പാരമ്പര്യം ഉണ്ടെങ്കിൽ അത് കോൺഗ്രസിന് മാത്രമാണ്. നിയമപരമായ രീതിയിൽ മാത്രം പിരിച്ചുവിടൽ നടന്നിട്ടില്ല.
പക്ഷേ പലയിടത്ത് സംസ്ഥാനങ്ങളിൽ ഇടപെടുന്നുണ്ട്, ഇ ഡി അടക്കമുള്ള ഏജൻസികളെ ഉപയോഗിക്കുന്നുണ്ട് എന്ന ആരോപണം നിരന്തരമായി സർക്കാരിനെതിരെ വരുന്നത് നിങ്ങൾ കേൾക്കാതിരിക്കുന്നു. ഇഡിയുടെ പണി ചെയ്യണ്ടേ മാധു? അല്ലാണ്ട് ഇഡി ഇനിയിപ്പോ പ്രതികാരം എന്നുള്ളതാണ് പ്രതിപക്ഷ ആരോപണം. അത് പ്രതികാരമാണ് എന്നുള്ള ആരോപണം. പലയിടത്ത് പല രീതിയിൽ നിങ്ങളുടെ മറ്റൊന്നും നടപ്പിലാകാത്തപ്പോൾ ഗവർണറെ മുൻനിർത്തി നിങ്ങൾ ഈ കരുനീക്കം നടത്തുന്നു. മാധു, അതിന് ഒരു മറുപടി വളരെ രസകരമായ ഒരു ഇന്റർവ്യൂ നമ്മുടെ ഇദ്ദേഹത്തിന്റെ സീതാറാം യെച്ചൂരിയുടെ തന്നെ കണ്ടായിരുന്നു. അദ്ദേഹത്തിനോടൊരു ഇന്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ടായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും കറപ്റ്റ് ലീഡേഴ്സ് ആരാണെന്ന്. അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഞാൻ അവരുമായിട്ട് സഖ്യം ഉണ്ടാക്കിയിട്ട് ഇനി അവരുടെ പേര് ഞാൻ തന്നെ പറയണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ ഇ ഡി അന്വേഷിക്കുന്നത് സ്വാഭാവികമായിട്ട് അവരൊക്കെ കറപ്റ്റ് ആയതുകൊണ്ടാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് ഈ പറയുന്ന പാർട്ടിക്കാർക്ക് പോലും യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല എന്നാണ് അതിൽ നിന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കുന്ന കാര്യം. അപ്പോൾ ഇ ഡി അന്വേഷിക്കുന്നത് പ്രതിപക്ഷം പിന്നെ എന്താ പറയുക? പ്രതിപക്ഷം പറയുമോ അതെ ഞങ്ങൾ അഴിമതി നടത്തി അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഇ ഡി വന്ന് അന്വേഷിക്കുകയാണെന്ന് പറയുമോ? ഒരിക്കലും ഇല്ലല്ലോ. അവർ തീർച്ചയായിട്ടും രാഷ്ട്രീയ ആരോപണമായിട്ട് രാഷ്ട്രീയ പ്രതികാരമാണ്, ഞങ്ങളുടെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഉള്ള തരത്തിലുള്ള ആരോപണങ്ങൾ തന്നെ ഉന്നയിക്കുള്ളൂ. അതിന്റെ ഭാഗമായിട്ട് മാത്രമേ ഉള്ളൂ. എന്തായാലും BJP സർക്കാർ അധികാരത്തിൽ കയറിയിട്ട് 2 ടേമിനും ഒറ്റയ്ക്ക് ഒരു കക്ഷിയുടെ പോലും പിന്തുണയില്ലാതെ ഭരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ 10 വർഷമായിട്ടുണ്ടായിട്ടും കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറയുന്നത് ആവശ്യമായ തയ്യാറെടുപ്പ് പോലീസ് സ്വീകരിച്ചില്ല, പോലീസിന് അറിയാമായിട്ട് പ്രതിഷേധക്കാർക്കൊപ്പം നിന്നു എന്നാണ്. എവിടെയാണ് അങ്ങനെ എന്തെങ്കിലും തരത്തിൽ സുരക്ഷയ്ക്ക് ആവശ്യമായ പോലീസുകാർ തികയാതെ വന്നിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കുന്നത്? ഗവർണർ കടന്നു പോകുമ്പോൾ അവിടെ സംഘടിച്ചിരിക്കുന്ന പ്രതിഷേധക്കാരെ നിയന്ത്രിക്കാനുള്ള പോലീസ് സംവിധാനമൊക്കെ അവിടെയുണ്ട്. ഇല്ലാതെ പോകുന്നത് ഗവർണർ ഈ പ്രോട്ടോകോൾ മുഴുവൻ ലംഘിച്ച് ഇറങ്ങി പുറപ്പെടുമ്പോഴാണ്. അപ്പോൾ പിന്നെ ഒരു പ്രതിഷേധക്കാരുടെ കൂട്ടത്തിനിടയിലേക്ക് അതീവ സുരക്ഷയുള്ള ഒരു മനുഷ്യൻ ഇറങ്ങി ചെന്നാൽ എന്തു തന്നെ സംഭവിക്കാം. അവിടെ ആ പറയുന്ന ജാഗ്രതാ പ്രശ്നം ഉണ്ടാകും. അത് വരുത്തി വെക്കുന്നത് എന്തിനാണ്? മാധു, ഈ മുഖ്യമന്ത്രി പോകുന്ന വഴിക്ക് ഒരാൾ കറുത്ത ഉടുപ്പിട്ട് പോലും പോകാൻ കഴിയാത്ത സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത്. നവകേരള സദസ്സ് കടന്നു വന്ന വഴിയിൽ മുഴുവൻ ആരെങ്കിലും കറുത്ത ഉടുപ്പിട്ട് കടന്നു പോയി കഴിഞ്ഞാൽ ബൈക്കിൽ പോകുന്നവരെ പോലും പിടിച്ചു നിർത്തി എവിടേക്ക് പോകുന്നു, എന്തിനു പോകുന്നു, എന്തിനാണ് കറുത്ത ഉടുപ്പിട്ട് പോകുന്നതെന്ന് വരെ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു പോലീസായിരുന്നു നമ്മുടെ ചോദിച്ചിട്ടുണ്ട്. ഞാനത് പറഞ്ഞോട്ടെ. ഇറങ്ങി നിന്നുകൊണ്ട് അവനെ പിടിച്ച് ജയിലിൽ ഇട്ടിട്ട് ഞാൻ ഇവിടുന്ന് പോവുള്ളൂ എന്ന് നിലപാട് സ്വീകരിക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ കൂടെ ഇറങ്ങി തല്ലാൻ വേണ്ടിയിട്ടുള്ള ഗൺമാൻമാരൊന്നും ഇല്ലല്ലോ. മുഖ്യമന്ത്രിയുടെ കൂടെ ഉണ്ട്, ഗവർണറുടെ കൂടെ ഇറങ്ങി തല്ലാൻ വേണ്ടിയിട്ടുള്ള ഗൺമാൻമാർ ഇല്ല മാധു. അതുപോലെ തന്നെ ഗവർണറുടെ കൂടെ ഇപ്പൊ ഡിവൈഎഫ്ഐക്കാർ മുഖ്യമന്ത്രിയുടെ നേരെ പ്രതിഷേധിക്കുന്നവരെ തല്ലാൻ നടക്കുന്നത് പോലെ ഗവർണറുടെ കൂടെ ആളെ കൊണ്ട് ഗവർണർ നടക്കുന്നതും ഇല്ലല്ലോ. അപ്പൊ ഗവർണറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തന്നെ നേരിട്ടിറങ്ങി പ്രതികരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്ത് നിലവിൽ നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അതിന് മനസ്സിലാക്കുന്നത്. ഗവർണർ ഇറങ്ങിയില്ലെങ്കിൽ ഈ പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് ഒരു നടപടിയും സ്വീകരിക്കില്ലായിരുന്നു എന്നാണോ? അങ്ങനെയാണല്ലോ ആദ്യത്തെ സംഭവം ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹത്തിന്റെ വണ്ടിയിലേക്ക് ഇപ്പോൾ കമ്പി വെച്ചടിച്ചു എന്നാണ് പല മാധ്യമങ്ങളിൽ നിന്ന് അന്ന് ഞാൻ വായിച്ചത്, ഗവർണർ തന്നെ പറയുന്നത് ഞാൻ കേട്ടത്. ഇനി കാർഷോയ്ക്ക് അങ്ങനെ ഒരു എതിരഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പരിശോധിച്ചതിന് ശേഷം നമുക്ക് മുമ്പോട്ട് പോകാം. എന്തായാലും അദ്ദേഹത്തിന്റെ വണ്ടിയിൽ അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് ആർക്കും എതിരഭിപ്രായം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നുള്ളതൊക്കെ കള്ളമാണെന്നുള്ളത് അദ്ദേഹം ആരോപിക്കുന്നത് മാത്രമല്ല, ഇന്നിപ്പോ ഗവർണർ പറഞ്ഞത് കള്ളമാണെന്ന് തെളിഞ്ഞല്ലോ, ദൃശ്യങ്ങളടക്കം അതെങ്ങനെ അറിയാൻ പറ്റും എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ സംഭവിച്ചില്ല. ഈ പ്രതിഷേധക്കാരും അങ്ങോട്ട് പോയില്ല എന്ന ദൃശ്യങ്ങളടക്കം കേരളം കണ്ടില്ലേ? അല്ല, അദ്ദേഹം എന്താണ് കണ്ടതെന്ന് നമുക്കറിയില്ലല്ലോ. അദ്ദേഹത്തിന്റെ വണ്ടിയുടെ അടുത്തേക്ക് ആരെങ്കിലും പോയിട്ടുണ്ടോ? അദ്ദേഹം ചിലപ്പോൾ വണ്ടിയിൽ ചിലപ്പോൾ പോലീസുകാർ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കും. ദൃശ്യങ്ങളാണ് യുവരാജ് ആ കാണുന്നത്. നമുക്ക് ഈ ക്യാമറയെ പറ്റിക്കാൻ പറ്റില്ലല്ലോ. അല്ല, ആ ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ എന്താ കാണുന്നത്? എനിക്ക് നോക്കിക്കോളൂ, ആ വണ്ടിയുടെ പരിസരത്ത്, ആ ബ്ലാക്ക് കാറിന്റെ പരിസരത്ത് എവിടെയെങ്കിലും ഒരു മനുഷ്യജീവിയെ കാണാൻ പറ്റുമോ? അല്ല, അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. ഇനിയിപ്പോ നമുക്ക് തോന്നുന്നത് ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ എന്തെങ്കിലും സാഹചര്യമായി പോവില്ലേ? അല്ല, മുഖ്യമന്ത്രി പറഞ്ഞ പോലത്തെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ചിലപ്പോ അദ്ദേഹം അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തോന്നൽ മാത്രമാണ്, അതിന് ഒരു എവിഡൻസും ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഒരു തെളിവുമില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ നമ്മുടെ ഗവർണർക്ക് തോന്നിയത് കൊണ്ട് ഇവിടുത്തെ ക്രമസമാധാന മേഖല ആകെ തകർന്നു എന്ന് പറയുന്നത് കുറച്ച് ബാലിശമല്ലേ യുവരാജെ? അല്ല, അത് നമുക്ക് എങ്ങനെയാ പറയാൻ കഴിയുക? കാര്യം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എന്താണ് കണ്ടതെന്നുള്ള കാര്യം അദ്ദേഹത്തിനല്ലേ അറിയുള്ളൂ. നമുക്ക് അങ്ങനെ അറിയാൻ കഴിയുക? വണ്ടിയിൽ എന്തോ വന്നിടിച്ചു എന്ന് തോന്നി എന്നാണ് പിന്നീട് പറയുന്നത്. അതെ, അതായിരിക്കണമല്ലോ പ്രശ്നം. അദ്ദേഹത്തിന് തോന്നിയല്ലേ അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ആദ്യം പറയുന്നത് ഇടിച്ചു എന്നാണ്, എന്റെ വാഹനത്തിൽ വന്നിടിച്ചു. ആര്? പ്രതിഷേധക്കാർ. പിന്നീട് പറഞ്ഞ് ഇടിച്ചതുപോലെ തോന്നി. എപ്പോഴാണ്? ഈ ദൃശ്യങ്ങളൊക്കെ വന്നപ്പോൾ. ഈ ഒരു സ്ഥാനത്തിരുന്നത് കൊണ്ട് പച്ചക്കള്ളം പറയുക, അങ്ങനെ പച്ചക്കള്ളമാണ് എന്ന് പറയുന്നത് എന്ന് എതിർ നിൽക്കുന്നവർക്ക് സമർത്ഥിക്കാൻ കഴിയുക എന്നൊക്കെ പറയുന്നത് ഒരു സ്ഥാനത്തോട് കാണിക്കുന്ന ഏറ്റവും മോശം നിലപാടല്ല മാധു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തിന് നേരെ ആരോ ആക്രമിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവും. അദ്ദേഹം സ്വാഭാവികമായിട്ട് ആ തോന്നലിന്റെ പുറത്ത് അദ്ദേഹം പുറത്തിറങ്ങി. അതിനിപ്പോ ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യം നമുക്ക് വിലയിരുത്താനോ. നിയമത്തിന് എന്ത് ചെയ്യാൻ കഴിയും? PM ഹർഷോ, അദ്ദേഹത്തിന്റെ തോന്നലുകളൊക്കെ വലിയ അബദ്ധങ്ങളാണ്. അദ്ദേഹത്തിന്റെ തോന്നലുകൾ എന്നുള്ള പേരിൽ
അദ്ദേഹം നിരന്തരം പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും അതിനെതിരായിട്ടുള്ള ജനങ്ങളുടെ വിലയിരുത്തലുണ്ടാകും. മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ ഇന്ന് രാവിലെ സമരം കണ്ടതാണ്. ആ സമരത്തിൻ്റെ ഒരു ഘട്ടത്തിലും എവിടെയും പ്രകോപനം അഴിച്ചുവിടുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ അത് അക്രമാസക്തമാകുന്നതിന് വേണ്ടിയോ അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് മുമ്പിലേക്ക് ചാടുന്നതിന് വേണ്ടിയോ ഒന്നും ഒരു SFI പ്രവർത്തകരും തയ്യാറായിട്ടില്ല. SFI പ്രവർത്തകർ സമരവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിക്കുന്നതിന് വേണ്ടി ഒത്തുകൂടിയ ഇടത്ത് എത്തുന്നതിനേക്കാൾ മുൻപ് തന്നെ അദ്ദേഹം വാഹനത്തിൽ നിന്ന് ഇറങ്ങുകയും അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് തന്നെ എങ്ങനെ ഒരു ചില ചലച്ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള ചില ഗുണ്ടാ കഥാപാത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ഉൾപ്പെടെ. ഏത് വിധേനയും അക്രമം അഴിച്ചുവിടുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇതിനു മുൻപ് ഇതുപോലെ പ്രകോപിതനായ മാധ്യമങ്ങളുടെയൊക്കെ മുൻപിൽ വല്ലാതെ ഷോ ഓഫ് കാണിച്ചുകൊണ്ടിരുന്നതിന് മുമ്പ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതിന് തൊട്ട് മുൻപായിരുന്നു. ഇപ്പോൾ വീണ്ടും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും ഉദ്ദേശത്തിന്റെ പുറത്താണോ അദ്ദേഹം ഈ നിലയ്ക്കൊക്കെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് പൊതുസമൂഹം സംശയിച്ചാൽ അതിനകത്ത് തെറ്റു പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് അത്തരത്തിലുള്ള എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ ഉദ്ദേശങ്ങളുമായി മുന്നോട്ട് പോയിക്കോട്ടെ. അതിനകത്തൊന്നും ഞങ്ങൾക്ക് വരെ ആക്ഷേപമല്ല, അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഞങ്ങളെ സംബന്ധിച്ച് ഉള്ള ഗൗരവപരമായിട്ടുള്ള വിഷയം ഈ സർവകലാശാലകളെ സംഘപരിവാറിന്റെ ആലയിൽ കൊണ്ടുപോയി കെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നു സമരത്തിന് കാരണം നിങ്ങൾ ഇവിടെ ഉന്നയിക്കപ്പെട്ട മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് PM അർഷദ അദ്ദേഹത്തിന്റെ എതിരെ പ്രതിഷേധിക്കുന്നവരെ നേരിടാൻ രക്ഷാപ്രവർത്തകരില്ല, അംഗരക്ഷകർ ഇറങ്ങിത്തല്ലാൻ നിൽക്കുന്നില്ല, അതുകൊണ്ട് അദ്ദേഹം സ്വയം പ്രതിരോധിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിനകത്ത് ഈ പറഞ്ഞ പോലെ കേരളത്തിനകത്ത് സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം സുരക്ഷയുള്ള ആളുകളിൽ ഒരാളാണ് കേരളത്തിൻ്റെ ഭരണതലവൻ കൂടിയായിട്ടുള്ള ഗവർണർ. അദ്ദേഹത്തിന് ലഭ്യമായിട്ടുള്ള എല്ലാ സുരക്ഷാ സംവിധാനമുണ്ട്. ഇനി ഇതൊന്നുമില്ലെങ്കിലും ഈ ഒരു സുരക്ഷയും ഇല്ലെങ്കിലും കേരളത്തിൻ്റെ തെരുവിലൂടെ ധൈര്യമായി അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് നടക്കുമ്പോൾ CRPF-നെ വിളിച്ചു വരുത്തുന്നു, ഈ പറഞ്ഞ പോലെ BSF-നെ വിളിച്ചു വരുത്താൻ വേണ്ടി പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ആരെയും വിളിച്ചു വരുത്തേണ്ടതില്ലെന്നേ. കേരളത്തിനകത്തൂടെ കേരളത്തിൻ്റെ ഏത് തെരുവിലൂടെയും ഒറ്റയ്ക്ക് ബഹുമാന്യനായ ആരിഫ് മുഹമ്മദ് ഖാന് സഞ്ചരിക്കാൻ വേണ്ടി കഴിയും. അത്രയേറെ സുരക്ഷയുള്ള സംസ്ഥാനമാണ് കേരളം. ഞങ്ങൾ ആരും തന്നെ അദ്ദേഹത്തെ ആക്രമിക്കുന്നതിന് വേണ്ടി ഉദ്ദേശിക്കുന്ന ആളുകളല്ല. ഞങ്ങൾ ഇതിനകത്ത് ഒരു അക്രമവും ഞങ്ങളുടെ ലക്ഷ്യമല്ല. ാണോ സംഘപരിവാറിന്റെ കരുവാണ് ഗവർണർ എന്ന് തോന്നിയത്? തുടർച്ചയായ മുന്നറിയിപ്പുകൾ UDF-ഉം കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ നൽകിയപ്പോൾ നിങ്ങൾക്ക് തോന്നിയില്ലേ ആരിഫ് മുഹമ്മദ് ഖാൻ സംഘപരിവാറിന്റെ ഏജന്റ് ആണ് എന്ന് തോന്നിയില്ലേ? കണ്ണൂർ യൂണിവേഴ്സിറ്റി അടക്കമുള്ള വിഷയങ്ങളിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് യൂത്ത് കോൺഗ്രസ് എന്ന് പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ. അപ്പോഴൊന്നും നിങ്ങൾക്ക് തോന്നിയില്ലേ എന്ന് ചോദിക്കുന്നു. അല്ല, ഇതിനകത്ത് ഒന്നുകിൽ രണ്ട് സാധ്യതയാണുള്ളത്. ഒന്ന്, ഈ പറഞ്ഞ പോലെ SFIയുടെ സമരങ്ങളുമായി ബന്ധപ്പെട്ട് അത് ശ്രദ്ധിക്കുന്നതിന് ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് സമയം കിട്ടിയിട്ടുണ്ടാകില്ല. രണ്ട്, പൊതുവെ SFI സമരങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതിനകത്തും അത് പൊതുസമൂഹത്തെ അറിയിക്കുന്നതിനകത്തും കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളിൽ പലർക്കും വലിയ പ്രയാസം ഉള്ളതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അറിയാത്തതായിരിക്കും. ഗവർണർക്കെതിരെ, ഈ പറഞ്ഞ ചാൻസലർക്കെതിരെ നിരവധിയായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ ഉയർന്നു വന്ന ഘട്ടങ്ങളിലൊക്കെ അതിശക്തമായിട്ടുള്ള സമരങ്ങൾക്ക് കേരളത്തിൽ SFI എസ്എഫ്ഐയുടെ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. അന്നത്തെ SFIയുടെ സംസ്ഥാന ഭാരവാഹികളുടെ പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. ആ പാഠഭാഗങ്ങൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോൾ ആ പഴയ സ്റ്റേറ്റ്മെന്റും മറ്റു വിശദാംശങ്ങളും ഞാൻ എടുത്തു കഴിഞ്ഞു. 2021 സെപ്റ്റംബർ മാസം 10-ാം തീയതി എടുത്തുള്ള SFIയുടെ പത്രക്കുറിപ്പും മറ്റു സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സിലബസ് മാറ്റം വരുത്തിയ ഗോപിനാഥ് രവീന്ദ്രൻ എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവനായി മാറിയത്? ഞങ്ങൾക്ക് അതിനകത്ത് വേറെ ഗോപിനാഥ് രവീന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി ഈ പറഞ്ഞ പോലെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തേണ്ടുന്ന ഒരു വ്യക്തിയാണോ? രാജ്യം ആദരിക്കുന്ന, ലോകം ആദരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രകാരന്മാരിൽ ഒരാളാണ്. ഒരു ടെക്സ്റ്റ് തീരുമാനിക്കുന്നത് വൈസ് ചാൻസലർ എന്നാണ്, ബോർഡ് ഓഫ് സ്റ്റഡീസ് അല്ലേ? കണ്ണൂർ സർവകലാശാലയിലെ ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ ഭാഗത്ത് നിന്ന് ആ നിലയിൽ ഒരു തീരുമാനം ഉണ്ടായി, ആ നിലയിൽ ഒരു അഭിപ്രായം ഉണ്ടായി. അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അത് പിൻവലിക്കുകയും ചെയ്യുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഈ ഗോപിനാഥ് രവീന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് ലോകം ആദരിക്കുന്ന ചരിത്രകാരന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തിന്റെ അക്കാദമിക മികവുമായി ബന്ധപ്പെട്ട് ആർക്കാ തർക്കമുള്ളത്? ഈ പറഞ്ഞവർക്ക് കോടതി വ്യവഹാരങ്ങൾ ഉണ്ടായല്ലോ 3 വട്ടം. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിലും ഡിവിഷൻ ബെഞ്ചിലും അതേപോലെ തന്നെ സുപ്രീം കോടതി ആ സിലബസിനകത്ത് ഉൾപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് പിൻവലിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞ ഗോപിനാഥ് രവീന്ദ്രനുമായി ബന്ധപ്പെട്ട് ഗോപിനാഥ് രവീന്ദ്രൻ
അങ്ങനെ എന്താ പറയാ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ടുന്ന ഒരാളാണ് എന്നുള്ള ഒരു അഭിപ്രായം പേരടക്കം പറയുന്ന ചാൻസലറുമായി ബന്ധപ്പെട്ട് ഗവർണർ ഏതെല്ലാം ഘട്ടത്തിൽ അതിപ്പോ KTU ആണെങ്കിൽ APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല ഉൾപ്പെടെയുള്ള അദ്ദേഹം ഇടപെട്ടിട്ടുള്ള വിഷയങ്ങൾക്കൊക്കെ ഞങ്ങളുടെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്, ഞങ്ങളുടെ സമരങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞു KSU സമരം നടത്തിയ ക്യാമ്പസിൽ ഏത് ക്യാമ്പസിൽ അങ്ങനെ അല്ലെങ്കിൽ ഞാൻ ജിൻഡോയിലേക്ക് വരികയും ചെയ്യാം. അതിൽ എതിർപ്പുണ്ടെങ്കിൽ അത് ബോധിപ്പിക്കാൻ ഇടവേളയ്ക്ക് ശേഷം. ജിൻഡോ, അതായത് നിങ്ങളുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ചു പോയ ഒരു പാർട്ടി കൊടുക്കേണ്ടി വരുന്ന വിലയല്ല. നിങ്ങളോടൊപ്പമോ നിങ്ങളെക്കാൾ അധികമോ ഗവർണറുടെ സംഘപരിവാർ അനുകൂല നിലപാടുകളോട് സമരം ചെയ്തിട്ടുണ്ട് SFI എന്നുള്ളതാണ് അദ്ദേഹം തെളിവുകളടക്കം പറഞ്ഞിരിക്കുന്നത്. ഈ പറയുന്ന 2021 കണ്ണൂർ യൂണിവേഴ്സിറ്റി വിഷയത്തിലടക്കം SFI സമരം നടത്തിയിട്ടുണ്ട്, പ്രതിഷേധിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അതിനെ കൗണ്ടർ ചെയ്യാൻ കഴിയും? മാധു, അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം. ഈ സർക്കാരിനോ CPM-നോ SFIക്കോ DYFIക്കോ ഒക്കെ ഈ ഗവർണറുടെ ചെയ്തികളെ വിമർശിക്കാനുള്ള ധാർമ്മികത ഇല്ല എന്ന് ആദ്യം തന്നെ പറയണം. കാരണം ഇവർ ഒരു മാസം മുമ്പ് യൂത്ത് കോൺഗ്രസ്സുകാരോടും KSUക്കാരോടും പറഞ്ഞതിന് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഗവർണർ കഴിഞ്ഞ ദിവസം നിയമസഭയ്ക്കകത്ത് നയപ്രഖ്യാപനം വായിക്കാതെ പോയി 1 മിനിറ്റും 17 സെക്കൻഡിൽ അവസാനിപ്പിച്ചു പോയപ്പോൾ പ്രതിപക്ഷം പ്രതിഷേധിച്ചു. ആ പ്രതിഷേധിച്ചു കഴിഞ്ഞപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അന്നൊന്നും മിണ്ടില്ല. അന്ന് സജി ചെറിയാനെന്ന് പറഞ്ഞ മന്ത്രി പറഞ്ഞത് ഗവർണർക്ക് ആരോഗ്യ പ്രശ്നമായിരിക്കുന്ന V ശിവൻകുട്ടിയും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, വിദ്യാഭ്യാസ മന്ത്രിയും. അങ്ങനെ ആരോഗ്യ പ്രശ്നമുള്ള 72കാരനായിട്ടുള്ള ഗവർണർ 27കാരായിട്ടുള്ള SFIക്കാരോട് പോരടിക്കാൻ വേണ്ടിയിട്ട് 2 ദിവസങ്ങൾക്ക് ഇപ്പുറം കസേരയിട്ട് തെരുവിലിരിക്കുക. അപ്പോൾ ആരോഗ്യ പ്രശ്നം ആർക്കാണ്, ഏത് തരത്തിലുള്ള ആരോഗ്യ പ്രശ്നമാണെന്ന് കേരളത്തിലെ സമൂഹം സംശയിക്കുന്നതിൽ കാര്യമില്ലേ? ഇനി രണ്ടാമത്തത്, പ്രതിപക്ഷം ഓരോ ഘട്ടത്തിലും ഗവർണർക്കെതിരെ പ്രതിഷേധിക്കുമ്പോൾ സംഘപരിവാർ രാഷ്ട്രീയമാണ്, ഫാസിസ്റ്റ് നടപടികളാണെന്നൊക്കെ പറയുമ്പോൾ അന്നൊന്നും പ്രതിപക്ഷത്തോടൊപ്പം നിൽക്കാതെ ഗവർണറുടെ ഒപ്പം നിന്ന് ഗവർണറുമായിട്ട് ബന്ധപ്പെട്ട് സന്ധ്യ സംഭാഷണങ്ങൾ നടത്തി അവരുടെ കാര്യങ്ങൾ നടത്തിയെടുക്കുന്ന പരിപാടിയുടെ തിരക്കിലായിരുന്നു ഇവരൊക്കെ. ഇനി BJPയുടെ പ്രതിനിധിയോട് പറയാനുള്ളത്, നിങ്ങൾ ഒരു സർക്കാരിനെ പിരിച്ചുവിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിയായിരിക്കാം, പക്ഷെ നിങ്ങളെല്ലാം പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇവിടെ ക്രമസമാധാന നില തകർന്നു എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഈ CPMകാരുടെ ഭരണത്തെ നിങ്ങൾ രക്ഷപ്പെടുത്താൻ ശ്രമിക്കരുത്. അവർ ഈ കേരളത്തെ തച്ചുടച്ചും മുടിച്ചും വെണ്ണീറാക്കി. ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസരം നിങ്ങൾ കൊടുക്കരുത്. CRPFകാർ വന്നാലും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന SFIക്കാരോട് എനിക്ക് SFIയുടെ സംസ്ഥാന സെക്രട്ടറിയോട് ചോദിക്കാനുള്ളത്, ഈ കേരളത്തിലെ ഗവർണർക്ക് ധൈര്യപൂർവ്വം കേരളത്തിൽ സഞ്ചരിക്കാനുള്ള സൗകര്യമുണ്ടെന്ന് പറയാം. നിങ്ങളല്ലേ പറഞ്ഞ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കാലുകുത്തിയാൽ തടയുമെന്ന്? നിങ്ങൾ തടയുമെന്ന് പറഞ്ഞിട്ടാണ് CRPF വരുന്നത്. നിങ്ങൾ കരിങ്കൂടി കാണിച്ചിട്ടാണ് CRPF വരുന്നത്. അതേ ഹർഷോ തന്നെ പറഞ്ഞു ഇവിടെ സ്വതന്ത്രമായിട്ട് ഗവർണർക്ക് സഞ്ചരിക്കാമെന്ന്. എനിക്ക് മനസ്സിലായില്ല താങ്കൾ പറഞ്ഞ ലോജിക്ക്. ഇനി കണ്ണൂർ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് താങ്കൾ പറഞ്ഞ കാര്യം, ഈ ഗോപിനാഥ് രവീന്ദ്രന് ബെഞ്ച് ഓഫ് തോട്ട്സ് പഠിപ്പിക്കുന്ന കാര്യത്തിൽ യാതൊരു ബന്ധവുമില്ല, അത് ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ തീരുമാനമായിരുന്നു എന്ന് നിങ്ങൾ പറയുന്നു. ഈ ബോർഡ് ഓഫ് സ്റ്റഡീസിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു എന്ന് ആർഷോയ്ക്ക് അറിയാമല്ലേ? ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ സിൻഡിക്കേറ്റും സെനറ്റും ഒക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ആർഷോയ്ക്ക് അറിയാലോ. ഈ ബോർഡ് ഓഫ് സ്റ്റഡീസ് ദീർഘകാലം SFIയിലൂടെ DYFIയിലൂടെ അല്ലെങ്കിൽ ഇടത് അധ്യാപക സംഘടനാ പ്രവർത്തനത്തിലൂടെ കടന്നു വന്ന് ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗങ്ങളായിട്ടുള്ള ഇടത് നേതാക്കൾക്ക് എങ്ങനെയാണ് ബെഞ്ച് ഓഫ് തോട്ട്സ് പഠിപ്പിക്കണമെന്നുള്ള തീരുമാനത്തിലെത്താൻ സാധിക്കുന്നത്? ഗോപിനാഥ് രവീന്ദ്രൻ അതിന് ബന്ധമില്ല എന്ന് താങ്കൾ പറയുമ്പോൾ അത് സ്വർണ്ണക്കടത്ത് കേസിലും ലൈഫ് മിഷൻ കേസിലും ഒക്കെ 100 ദിവസം അകത്ത് കിടന്ന ശിവശങ്കറിന് മാത്രമാണ് ആ തട്ടിപ്പിൽ ബന്ധമുള്ളത്. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞു വെക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ആർഷോ ഇത്തരം അഭിപ്രായങ്ങൾ പറയുമ്പോൾ പൊതുസമൂഹം കുറെ വിചാരിക്കണം. ഞങ്ങൾ സമരം ചെയ്തപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് PM ആർഷോ. അതിന്റെ അർത്ഥം എന്താ? അപ്പൊ KSUക്കാരും യൂത്ത് കോൺഗ്രസ്സുകാരും MSFകാരും ABPക്കാരും പ്രതിഷേധിച്ചാൽ ഇവർ മാറ്റില്ലേ? ഇവരുടെ തന്നെ ബോർഡ് ഓഫ് സ്റ്റഡീസ്, ഇവരുടെ തന്നെ യൂണിവേഴ്സിറ്റി VC, ഇവരുടെ തന്നെ സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിക്കും, അത് ഇവർ തന്നെ സമരം ചെയ്ത് മാറ്റും. അതിന്റെ അർത്ഥം എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇവർ തമ്മിൽ നടത്തുന്ന പോരാട്ട നാടകമാണെന്നോ? അതെന്താ മനസ്സിലാക്കുന്നത്? കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും എതിർത്തില്ലേ ബെഞ്ച് ഓഫ് തോട്ട്സ് വേണ്ടെന്ന്? കേരളത്തിലെ ഫാസിസ്റ്റ് വിരുദ്ധരായിട്ടുള്ള സംഘപരിവാർ വിരുദ്ധരായിട്ടുള്ള മുഴുവൻ ആളുകൾ എതിർത്തില്ലേ? SFIയുടെ പ്രതിഷേധം കൊണ്ടാണ് മാറ്റിയെന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത്? SFI പ്രതിഷേധിച്ചതിന്റെ പേരിലാണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ സുപ്രീം കോടതിയുടെ വെർഡിക്റ്റിനകത്ത് പേര് പരാമർശിക്കപ്പെടുന്നില്ലേ? ഉന്നത വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചോ? ഗവർണറും സർക്കാരും തമ്മിൽ മുഖാമുഖം നിന്ന് പല പോരുകൾ കണ്ടിട്ടുണ്ട്. എങ്കിലും അത് ക്രമസമാധാന പ്രശ്നത്തിലേക്കടക്കം കാരണമാകുന്ന തരത്തിൽ മൂർധന്യാവസ്ഥയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം കാണേണ്ടതുണ്ട്. അത് രാഷ്ട്രീയ പ്രേരിതമായി മുന്നോട്ട് പോവുകയും കേന്ദ്ര ഇടപെടലിലേക്കടക്കം വഴിവെക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഗൗരവതരമായ സാഹചര്യവുമാണ്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.